Praise the Lord. എല്ലാ വിശുദ്ധന്മാരെയും കർത്താവിൽ വന്ദനം ചൊല്ലുന്നു. നമ്മുടെ മിസ്റ്റിക്കൽ സ്കൂളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എനിക്ക് ആ സമയത്ത് വരാനായിട്ട് പറ്റിയില്ല, എങ്കിലും നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും വിശ്വസിക്കുമായിട്ട് കർത്താവിനെ വാഴ്ത്തും. വാക്തത്വ പ്രകാരം ഒരു പ്രാവശ്യം കൂടെ ദൈവ സാന്നിധ്യവും നമ്മുടെ അകത്തുണ്ട്. നാം ദൈവത്തിലിരിക്കുന്നു. God is in us and we are in the Lord. ഈ ഒരു പരമമായ യാഥാർത്ഥ്യത്തിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം. സോ മുമ്പ് നാം പറഞ്ഞ ഒരു പദം ആവർത്തിച്ച് തുടങ്ങുകയാണ്. ക്രൈസ്തവ സമൂഹം, വിശ്വാസ സമൂഹം ദൈവത്തെ പുറത്ത് അന്വേഷിച്ച് പുറത്തുള്ള ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് വചനമനുസരിക്കുക, പ്രമാണമനുസരിക്കുക, റിച്വലിസ്റ്റിക് ആയിട്ട് മൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടിരിക്കുക. വാസ്തവത്തിൽ അങ്ങനൊരു സമൂഹത്തിന് അവരുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ മതങ്ങളെല്ലാം മനുഷ്യ മനസ്സുകൾക്ക് വിരക്തിയായി തോന്നുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ദൈവത്തെ പുറത്തന്വേഷിക്കുന്നവരെല്ലാം പരാജയപ്പെട്ട് നിരാശരാണ്. ഒരു ജയമുള്ള ജീവിതത്തിലേക്ക് മുന്നേറാൻ അവർക്ക് കഴിയാതെ പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ, സർവശക്തന്റെ കരുണയാൽ നമുക്ക് ദൈവം തന്ന ഭാഗ്യമാണ് ഈ ദൈവത്തെ നമ്മളിൽ കാണാൻ, നമ്മിൽ ദർശിക്കാൻ സർവശക്തിയുള്ള ദൈവം അവസരങ്ങൾ തരുന്നത്. മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മെഡിറ്റേഷൻ, ധ്യാനം ഏതോ ഒരു മതത്തിൻ്റെ ആചാരമല്ല ധ്യാനം. അകത്തിരിക്കുന്ന ദൈവത്തെ നാം കണ്ടെത്തുന്ന, അകത്തിരിക്കുന്ന ദൈവത്തിൽ നാം ഫോക്കസ് ചെയ്യുന്ന ഒരനുഭവമാണ് ധ്യാനം. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നതാണ് ജാതികളോട് പ്രസംഗിക്കാനായി പൗലോസിന് ദൈവം കൊടുത്തതായ മാർമികമായ സുവിശേഷം. അനാദികാലം മുതൽ മറഞ്ഞു കിടന്നതായ ഒരു രഹസ്യമായിരുന്നു അതെന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്നു. യേശുവിനെ നിങ്ങൾക്ക് വേണമോ എന്ന് ചോദിക്കുന്ന ക്രൈസ്തവ സുവിശേഷ വേദികളിൽ ക്രൈസ്തു നിങ്ങളിലിരിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്ന സദ്വർത്തമാനം പ്രഘോഷിക്കാൻ ദൈവം പ്രതീക്ഷയോടെ കാണുന്നവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ന് മറക്കരുത്. സുവിശേഷത്തിന്റെ വാഹകരായി മഹാദൈവം നിങ്ങളെ മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഓരോ നാം ബലപ്പെടുന്നത്, ഓരോ ദിവസവും നാം ധൈര്യപ്പെടുന്നത്, ഓരോ ദിവസവും നാം ബലപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഈ പരമമായ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ ഒരുവൻ ഇരിപ്പുണ്ട്. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആളിനെ ജീവിക്കാൻ അനുവദിക്കണം. അതായത് ഞാൻ അതിനൊരു ഉദാഹരണം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. ഇങ്ങനെയാണ്, നമ്മളിപ്പോ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ കാണുന്നുവോ അതാണ് നമ്മൾ. ഒന്നുകൂടെ പറയാം, ഒരു സർക്കംസ്റ്റാൻസസ്, ഒരു സാഹചര്യം, അത് അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ, അതിനെ നാം എങ്ങനെയാണോ വീക്ഷിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ. ഇത് മറന്നുപോകരുത്. നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, ആ പ്രതികരിക്കുക എന്നതാണ് നമ്മൾ. അതാണ് നമ്മുടെ ഒറിജിനൽ. കാറ്റും കോളും തിരമാലകളും ഉയർന്ന കർത്താവായ യേശു ക്രിസ്തു സഞ്ചരിച്ചതായ ആ ബോട്ടിൽ കടലുമായി നല്ല പരിചയമുള്ള, നന്നായിട്ട് പരിചയമുള്ള മുക്കുവന്മാരായ
ഗലീല കടലിനെ നന്നായി പരിചയമുള്ള അപ്പോസ്തോലന്മാർ ആ കടലിൽ വഞ്ചി തുഴഞ്ഞ് നിരാശപ്പെട്ട് അവർ ആരാണെന്ന് അവിടെ വെളിപ്പെട്ടു. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആ പ്രതിസന്ധിയിൽ യേശു ക്രിസ്തു അവരോട് പറയുന്ന ഒരു വാചകം, അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ ഇമ്മച്ചുവർ ഫെയ്ത്ത് ഉള്ളവരെ, മച്യൂരിറ്റിയിലേക്ക് വളരാത്തവരെ എന്നാണ് അവിടെ പറയുന്നത്. ഇമ്മച്ചുവേർഡ് ബേബീസ്, വിശ്വാസത്തിൽ മുതിർന്നു വരാത്തവരെ എന്നാണ് വിളിക്കുന്നത്. അതായത് അവരാരാണെന്ന് ആ പ്രതിസന്ധി വെളിപ്പെടുത്തി. ശ്രദ്ധിക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ യേശുനാഥൻ എഴുന്നേറ്റു. യേശു കടലിനെ കാറ്റിനെയും ശാസിച്ചു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവൻ ദൈവപുത്രൻ സത്യം. യേശു ആരാണെന്നും അവിടെ വെളിപ്പെട്ടു. നാം ആരാണെന്ന്, നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നാം ആരാണെന്ന് നമ്മുടെ തനി രൂപം വെളിപ്പെട്ടു വരും. അപ്പം ഇന്ന് ഈ മിസ്റ്റിക്കൽ സ്കൂളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആളിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, ഒരു കോൺഷ്യസ്നെസ്, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് നിങ്ങൾക്കുണ്ടായി വരണം. നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അതാണ്. നമ്മൾ എത്ര പാത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ മഹാദൈവം യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്, അവൻ എൻ്റെ അകത്ത് വസിക്കുന്നുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായി എൻ്റെ അകത്തവനുണ്ട്. ആ ഒരു കോൺഷ്യസ്നെസ്. 1000 ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരും. അതിനൊന്നും ഒരിക്കലും നിലനിൽപ്പില്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളെ തോൽപ്പിക്കുന്ന ചിന്തകൾ, പരാജയത്തിന്റെ ചിന്തകൾ, നശിച്ചു പോകുന്ന ചിന്തകൾ, വേദനിപ്പിക്കുന്ന ചിന്തകൾ, പൂർവകാല ചിന്തകൾ, തോൽവിയുടെ ചിന്തകൾ, ഇതൊന്നും നിങ്ങളെ തളർത്തത്തില്ല. നിങ്ങൾ ജയിച്ചിരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ്. ഈ ബോധ്യത്തോടെ നമുക്ക് വീണ്ടും നമ്മുടെ മിസ്റ്റിക്കൽ യാത്രയിലേക്ക് വരികയാണ്. വിളിച്ചു, ദൈവം മുൻനിർണയിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. തേജസ്കരണത്തിലേക്കുള്ള യാത്രയുടെ ആദ്യപടി അതിപരിശുദ്ധ സ്ഥലമാണ് എന്ന് നമ്മൾ കണ്ടു. അതിപരിശുദ്ധ സ്ഥലത്തെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിപ്പാൻ ആശിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 9-ാമത്തെ അധ്യായം, എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. രണ്ടാമത്തതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലുന്നു, രക്തം കൂടാതെ അല്ല. അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. 8-ാം വാക്യത്തിന് ശ്രദ്ധ കുറച്ച് കൊടുക്കുക. വളരെ പ്രാധാന്യം അർഹിക്കുന്നത്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. മുൻകൂടാരം നിലനിൽക്കുന്നതിനാൽ, ഞാൻ ഒരു ചെറിയ പശ്ചാത്തലം പറയാം. എബ്രായ ലേഖനം എഴുതുമ്പോൾ യെരൂശലേം ദൈവാലയത്തിനകത്ത്, യെരൂശലേമിൽ ഹെരോദ്യ രാജാവ് ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഒരു ആലയം അവിടെ ഉണ്ട്. കേൾക്കണേ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആലയം. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി, കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ആലയങ്ങളെല്ലാം അടച്ചിട്ടിരുന്നു. അതായത് ക്രമമായിട്ടുള്ള ഞായറാഴ്ച ആരാധനകളും ക്രമമായിട്ടുള്ള പ്രാർത്ഥനാ രീതികളും ഉപവാസ പ്രാർത്ഥനകളും എല്ലാം സ്റ്റോപ്പായി.
വാസ്തവത്തിൽ അതൊരു ദൈവികമായ ഇടപെടലായിരുന്നു. കാരണം ഒരു കാലത്തും ദൈവത്തിന് സഭ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സഭ ഓർഗാനിക് ആണ്. അതുകൊണ്ടാണ് സഭയെക്കുറിച്ച് പറയുന്നത് ശരീരമാകുന്ന സഭ. അവയവങ്ങൾ ഓരോന്നായി ബന്ധപ്പെട്ടിരിക്കുന്ന ജീവനുള്ള ചലിക്കുന്ന സഭ, മൂവബിൾ ചർച്ച്. അതാണ് കർത്താവിന്റെ ഒറിജിനൽ ഇന്റൻഷൻ. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സഭകൾക്കകത്തും ദൈവിക പദ്ധതികളില്ല എന്നത് നിങ്ങൾ മറക്കരുത്. ഇവിടെ പൗലോസ് പറയുകയാണ്, യെരൂശലേമിനകത്ത് ഒരു മുൻകൂടാരം. ആ മുൻകൂടാരം എന്ന് പറയുന്നത് മോശയുടെ ടാബർനാക്കിളിലൂടെ പിന്നെ ശലോമോനിലൂടെ വന്ന ദൈവാലയം. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനകത്ത് ക്രമമായിട്ടുള്ള ആരാധന, യാഗങ്ങള്, റിച്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രവർത്തികൾ ഇങ്ങനെ നിരന്തരം നടക്കുക. ഇത് ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറഞ്ഞ ടേം ശ്രദ്ധിക്കണം. ഈ ക്രമപ്രകാരമുള്ള ക്രമീകൃതമായ ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ചുള്ള, അല്ലെങ്കിൽ ഒരു സഭാഹോള്, ഒരു പള്ളി എന്നത് കേന്ദ്രീകരിച്ചുള്ള ആരാധനകളെല്ലാം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. പിടികിട്ടുന്നുണ്ടോ? മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് വരാതിരിക്കുന്നതിന്റെ കാരണം അതിനു മുമ്പുള്ള കൂടാരങ്ങളാണ്. മുമ്പുള്ള കൂടാരം എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലവും പ്രാകാരവും. ഈ കൂടാരങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു ജനതയും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ ഹൃദയം അതിപരിശുദ്ധ സ്ഥലത്ത് ഓരോ ദൈവ പൈതലും എത്തുക എന്നതാണ്. ആമേൻ. അതിപരിശുദ്ധ സ്ഥലത്തിന്റെ രഹസ്യങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചിന്തിച്ചു വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ദൈവ മഹിമ ഇറങ്ങി നിൽക്കുന്ന ഒരു ഇടമാണ്. അത്യുന്നതന്റെ വാസസ്ഥലമാണ്. ആ ചതുരമുള്ള ആ സ്ഥലത്തെ യഹൂദൻ സ്വർഗം എന്നാണ് വിളിച്ചിരുന്നത്. ആ സ്ഥലത്ത്, അതായത് ശ്രദ്ധിച്ചു കേൾക്കണം, ആ സ്ഥലത്ത് സമയമില്ലായിരുന്നു. ഞാൻ അതൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ വിശദിക്കാം. സമയമില്ലായിരുന്നു. നോ ടൈം ഇല്ലാത്ത ഒരു സ്ഥലം, മഹത്വം നിറഞ്ഞ ഒരു സ്ഥലം. ആ സ്ഥലത്ത് എറ്റേണിറ്റി ആണ്. എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് സ്പേസ് ആ മോസ്റ്റ് ഹോളി പ്ലേസിൽ ഇല്ല. ഞാൻ പറയാം, നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഗ്ലോറിഫിക്കേഷന്റെ സ്റ്റെപ്പിലേക്കാണ്. ഗ്ലോറിഫിക്കേഷന്റെ സ്റ്റെപ്പ് ആരംഭിക്കുന്നത് മോസ്റ്റ് ഹോളി പ്ലേസിലാണ്. ചർച്ച്, ഇന്നത്തെ സഭയിൽ 98% ക്രിസ്തീയ വിശ്വാസികളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ തെറ്റ് ധരിക്കപ്പെടുകയോ അസത്യത്തിൽ ജീവിക്കുകയോ ചെയ്യുന്നു. കാരണം ഗ്ലോറിഫിക്കേഷൻ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലോ നമ്മുടെ ഉൽപ്രാപണത്തിലോ സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിച്ച് അത് ഫ്യൂച്ചറിലേക്ക് കൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നു. ചർച്ച് ഇന്ന് അതിന്റെ മഹത്വം ലോകത്തിന് കാട്ടിക്കൊടുക്കാതിരിക്കുന്നതിന് ഏക കാരണം നാം ഇന്ന് അനുഭവിക്കേണ്ട, ഇപ്പോൾ മുതൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണ്ട, ഇന്ന് നമ്മൾ എൻഗേജ്ഡ് ആകണ്ട അതിപരിശുദ്ധ സ്ഥലത്തെ ജീവിതം എന്ന തേജസ്കരണത്തെ ഭാവിയിലേക്ക് തള്ളിയതാണ് ക്രിസ്തീയ സഭ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. സഭ അതിന്റെ വില സമൂഹത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്, തേജസ്കരണം ഉയർപ്പിലല്ല നടക്കുന്നത്. നീതീകരണം നടന്ന മിനിറ്റ് മുതൽ നിങ്ങൾ തേജസ്കരണത്തിന്റെ ആദ്യ പടിയിലേക്ക് വന്നിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. തേജസ്കരണത്തിലേക്ക് നാം വന്നിരിക്കുക. എന്നാൽ നമ്മൾ ആ വലിയ അനുഭവത്തെ, ആ പ്രധാന അനുഭവത്തെ വളരെ വളരെ പ്രാധാന്യത്തോടെ കൈക്കൊള്ളുന്നതിന് പകരം ഭാവിയിലേക്ക് അതിനെ തള്ളിവെച്ചിട്ട് നാം എവിടെയോ നിൽക്കുന്നു, നീതീകരണത്തിന്റെ പോസ്റ്റിൽ നിൽക്കുകയാണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക,
ഇവിടെ പറയുന്നു മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം. മുൻകൂടാരം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിക്കോണം, ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ക്രമീകൃതമായ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ആരാധന സംവിധാനങ്ങൾ. ഇത് അതിപരിശുദ്ധ സ്ഥലത്തിലേക്കുള്ള എൻഗേജിങ്ങിന് തടസ്സാണ്. People are happy with the Sunday worship, happy with prayer, happy with fasting. They don't have much effort. They're not thinking of anything because ഇവിടം കൊണ്ട് നമ്മൾ ഹാപ്പി ആയി. ബട്ട് നാം വിളിച്ചു പറയേണ്ടത് ഇതല്ല റിയൽ. ഇത് വേ ടു ദ മോസ്റ്റ് ഹോളി ആണ്. അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന്റെ ആദ്യ പടികളാണിതെന്ന് നാം ജനത്തെ ബോധിപ്പിക്കേണ്ടതായ കാലം അതിക്രമിച്ചിരിക്കുന്നു. അപ്പം മോസ്റ്റ് ഹോളി പ്ലേസ് ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോറിഫിക്കേഷൻ ആരംഭിക്കുകയാണ്. യാക്കോബിന്റെ കോവേണി അവിടെയാണ്. കോവേണി ഞാൻ പറഞ്ഞത് അവിടെയാണ് ദൂതന്മാർ കയറുന്നത്, ഇറങ്ങുന്നത്. അവിടെയാണ് സ്വർഗം ഭൂമിയുമായി തുറന്നിരിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ഭവനമായിരിക്കുന്നത്. അവിടെയാണ് സ്വർഗത്തിന്റെ വാതിൽ എന്ന മഹത്വം വെളിപ്പെട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, എത്ര പേർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ സ്വർഗത്തിന്റെ വാതിലാണ്, ഞാൻ രണ്ട് പ്രധാന തലങ്ങളെ ഒരുമിപ്പിക്കുന്നയാളാണ് എന്ന ചിന്ത എത്ര പേർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്? കഴിഞ്ഞ ദിവസം ഞാൻ അവസാനിപ്പിച്ചത് ഒന്ന് പറഞ്ഞോട്ടെ. പുത്രനായ യേശു ക്രിസ്തു അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചു. ഏലിയാവും ഹാനോക്കും കടന്നുപോയി നമ്മൾ കാണുന്നു. പോയത് എങ്ങനെയാന്ന് നമ്മൾ പഠിച്ചു. ക്രിസ്തുവിൽ. അവർ ക്രിസ്തുവിലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സഭ ഇന്ന് അപ്പോസ്തോലനായ പൗലോസിലൂടെ ക്രിസ്തുവിന്റെ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ എന്ന അതിശ്രേഷ്ഠമേറിയ ഇൻക്ലൂസീവ് റെവലേഷൻ. ഈ റെവലേഷന്റെ ഒരു തരി മാത്രമാണ് ഹാനോക്കിന് കിട്ടിയത്. അതിന്റെ ഒരു അംശം മാത്രമാണ് ഏലിയാവ് കിട്ടിയത്. ആ കിട്ടിയ അംശത്തിൽ ഉറച്ചു നിന്നതിനാൽ അവർ ക്രിസ്തുവിൽ എന്ന മഹത്വത്തിലായിരുന്നു. അപ്പോൾ ക്രിസ്തു എന്ന ആള് സ്വർഗത്തിലേക്ക് കരേറിയപ്പോൾ അവരായിരുന്ന കാലത്ത് ഏലിയാവല്ല മുകളിലോട്ട് പോകുന്നത്, ക്രിസ്തുവാണ് മുകളിലോട്ട് പോകുന്നത്. ക്രിസ്തു മുകളിലേക്ക് പോയപ്പോൾ ക്രിസ്തുവിൽ ഇരുന്ന ഏലിയാവ് മുകളിലേക്ക് പോയി, ക്രിസ്തുവിൽ ഇരുന്ന ഹാനോക്ക് മുകളിലേക്ക് പോയി. അഡ്വാൻറ്റേജ് ഞാൻ പറയാം. ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകൾ ഞാനും ക്രിസ്തുവിലാണ്, നിങ്ങളും ക്രിസ്തുവിലാണ്. ഇതൊരു ഭയങ്കര വേൾഡാണ്. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സൂപ്പർ നാച്ചുറൽ വേൾഡിലാണ്. Can you believe that? ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അസാധാരണമായ ജീവിതത്തിലാണ്, ഒരു സൂപ്പർ നാച്ചുറൽ വേൾഡിലാണ് നിങ്ങൾ, അസാധാരണത്വത്തിലാണ് നിങ്ങൾ. Praise the Lord. ക്രിസ്തുവിൽ, I am in Christ എന്ന് പറഞ്ഞാൽ you are not in the world, you are not in the natural world, you are in the supernatural, invisible world. You are in the most holy place. Most holy life in the most holy place is eternal life. Face to face with God, directly connecting with God. ദൈവം നീ മുഖാമുഖമായി സന്ധിക്കുന്ന സ്ഥലമാണത്. ഒന്നുകൂടെ പറയാം, അവിടെയാണ് ക്യാരക്ടർ മാറ്റപ്പെടുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ രൂപാന്തരം നടക്കുന്നത് അവിടെ വെച്ചാണ്. അവിടെയാണ് മുഖം മൂടി മാറ്റുന്നത്. മൂടുപടം മാറിയ മുഖത്ത് 2 കൊരിന്ത്യർ 3:18 മൂടുപടം മാറിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവിന്റെ ശക്തിയാൽ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. അപ്പൊ യേശു ക്രിസ്തുവിന്റെ തനി രൂപത്തിലേക്ക് നാം രൂപാന്തരപ്പെടുകയാണ്. എന്റെ കൂടെ വരാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതിപരിശുദ്ധ സ്ഥലത്തെത്തിയാലേ ഇതിന് രൂപാന്തരം തുടങ്ങും. അവിടെയാണ് മൂടുപടം മാറുന്നത്. വെയില് മാറുന്നത് മോസ്റ്റ് ഹോളി പ്ലേസിലാണ്. വെയില് മാറിയാൽ നമ്മൾ ദൈവത്തെ മുഖാമുഖം കാണുകയാണ്. അപ്പം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപാന്തരം. മെറ്റനോയ എന്ന് പറയും. മെറ്റനോയ അല്ല, മെറ്റമോഫോസിസ് എന്നാണ് ഗ്രീക്കിൽ പറഞ്ഞത്. നിങ്ങൾക്കറിയുമ്പോൾ ഈ യൂണിവേഴ്സൽ മീനിങ് ഓഫ് സിൻ എന്ന് പറയുന്ന വേർഡ് ഹമാർട്ടിയ എന്ന് പറയും. ഹമാർട്ടിയ.
ഹമാർട്ടിയ, അത് ലക്ഷ്യം തെറ്റുക എന്നും മറ്റു കാര്യങ്ങളാണ്. ലക്ഷ്യം തെറ്റുക. എന്താണ് ലക്ഷ്യം എന്നാരും പറയുന്നില്ല, പക്ഷെ ലക്ഷ്യം തെറ്റുന്നതാണ് പാപം എന്ന് പറയും. ഹമാർട്ടിയ എന്ന വാക്ക് വന്നത് ഹാമറോസ് എന്ന വാക്കിൽ നിന്നാണ്. ഹാമറോസ് എന്ന പദത്തിൽ നിന്നാണ് ഹമാർട്ടിയ എന്ന ചൈൽഡ് റൂട്ട് വേർഡ് വന്നത്. ഹാമറോസ് എന്ന പദത്തിന്റെ അർത്ഥം ഇമേജ് മാറുക എന്നാണ്. അതായത് ചേഞ്ചിങ് ഓഫ് യുവർ ഇമേജ് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ രൂപം നഷ്ടപ്പെടുക എന്നാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? രൂപം നഷ്ടപ്പെടുക. രൂപം നഷ്ടപ്പെടുക എന്ന ഹാമറോസിൽ നിന്നാണ് ഹമാർട്ടിയ എന്ന വേർഡ് വന്നത്. അതുകൊണ്ടാണ് മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെടുക എന്നാണ്. രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? പൂർവ്വ രൂപത്തിലേക്ക് തിരിച്ചു വരിക എന്നാണ്. അപ്പൊ നിങ്ങൾ മോസ്റ്റ് ഹോളി പ്ലേസിൽ എൻഗേജ്ഡ് ആയാൽ നിങ്ങൾ ക്രിസ്തുവിന് തുല്യരായി മാറുകയാണ്. ആമേൻ. നീതീകരണം സംഭവിച്ചു, റിഡംഷൻ സംഭവിച്ചു, സാൽവേഷൻ നടന്നു, ഇതൊക്കെ സംഭവിച്ചു, രക്തത്താൽ ഇതെല്ലാം കഴിഞ്ഞു. പക്ഷെ നമ്മൾ വിശുദ്ധ സ്ഥലത്തിലെത്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇതൊക്കെ പ്രാപിച്ചവിടെ നിൽക്കുക. പക്ഷെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് സഭ എൻ്റർ ആയിട്ടില്ല. 2021 മുതൽ ഇനി ഈ ഡെക്കേഡ്സ് ഞാൻ പ്രൊഫറ്റിക്കലി പറയുകയാണ്, അടുത്ത 10 വർഷം സഭ ആദിപരിശുദ്ധ സ്ഥലത്തിൽ വ്യവഹരിക്കാൻ പോവുകയാണ് ഒരു ജനറേഷൻ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കർത്തൃദാസന്മാർ എഴുന്നേക്കണം. പ്രാകാരങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് എത്തി നിൽക്കുന്ന ചർച്ച ആദിപരിശുദ്ധ സ്ഥലത്തെ മഹത്വം ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്ന സഭയെ ദൈവം വെളിപ്പെടുത്തുകയാണ്. Next 10 years, God is going to rise a generation. They are going to boldly enter into the most holy place, and they are going to bring the heavenly substance, and they are going to distribute to the world. എന്ന് പറഞ്ഞാൽ ആദിപരിശുദ്ധ സ്ഥലത്തെ പബ്ലിക് ആക്കാൻ, പ്രദർശിപ്പിക്കാൻ, ഡിസ്പ്ലേ ചെയ്യാൻ ഒരു ജനറേഷനെ കർത്താവ് ഇന്ന് എഴുന്നേൽപ്പിക്കുന്നു എന്ന് ഞാൻ പ്രൊഫറ്റിക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ കുറിച്ചെടുത്തോ, നിന്റെ പേപ്പറിൽ ഒരു കുറിപ്പ് പോലെ എഴുതി വെച്ചോ. നീ അതിപരിശുദ്ധ സ്ഥലത്തെ ലോകത്തിന് ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ഡിസ്പ്ലേ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. നിന്റെ രൂപാന്തരം നടക്കാൻ പോവുക, സ്വഭാവത്തിന് മാറ്റം നടക്കാൻ പോവുക, രൂപാന്തരങ്ങൾ സംഭവിക്കാൻ പോവുക. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ക്യാരക്ടർ മാറത്തുള്ളൂ. ഇവിടെ ക്യാരക്ടർ മാറത്തുള്ളൂ. സ്വഭാവങ്ങളിൽ എത്രയോ മാറ്റങ്ങൾ വരാനുണ്ട്. എനിക്ക് മാറാനുണ്ട്, നിങ്ങൾക്ക് മാറാനുണ്ട്. നമ്മൾ സ്ട്രഗിൾ ചെയ്യാറില്ലേ? രക്തത്താൽ കഴുകണേ, ശുദ്ധീകരിക്കണേ, പരിശുദ്ധ എന്താ നടക്കാത്തത്? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്വഭാവം ദൈവാനുരൂപത്തോടെ, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക്, പാർട്ടേക്കർ ഓഫ് ദ ഡിവൈൻ നേച്ചറിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിയാതെ ഇരുന്നതിന്റെ കാരണം ഞാൻ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാത്തതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ക്രിസ്തീയ സഭയ്ക്കകത്ത് ഇത് സാധ്യമാകേണ്ടതിന് ഒരുമിച്ച് ജനതയെ ദൈവത്തിന്റെ വാസസ്ഥലത്തേക്ക് വിളിക്കുകയാണ്. കം ബോൾഡ്ലി. അങ്ങനെയാണ് ഇൻവിറ്റേഷൻ. ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കുക, ധൈര്യത്തോടെ വാ. നിനക്ക് മാറ്റം വരാൻ പോകുകയാ, നിന്റെ രൂപങ്ങൾ മാറാൻ പോകുകയാ, നിന്റെ ചിന്തകൾ മാറാൻ പോകുകയാ, നിന്റെ ഇമേജ് മാറാൻ പോകുകയാ. ഇവിടുത്തെ രഹസ്യ കലവറയ്ക്കകത്തു നിന്ന് നീ ദൈവമഹത്വത്തെ പുറത്ത് ഡിസ്പ്ലേ ചെയ്യാൻ, മഹത്വത്തെ പ്രാപിക്കാൻ പോകുകയാണെന്ന് ആത്മാവിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ അകത്ത് വരും. ഇത് നിസാര സംഭവമല്ല. ഇത് മനസ്സിലാക്കണം. ഇത് അതിപരിശുദ്ധ സ്ഥലമാണ്. ഇത് എറ്റേണൽ സ്ഥലമാണ്. നിങ്ങൾക്കറിയുമോ, സ്വർഗത്തിന്റെ അതേ പകർപ്പാണ് ഇവിടെ. അവിടെ ദൈവം മാത്രം വസിക്കുന്നു. ദൈവം നിത്യനല്ലേ? സ്പേസിൽ ഒതുങ്ങാത്തവൻ, സ്ഥലത്തൊതുങ്ങാത്തവൻ. ഒരു ക്യൂബിന്റെ അകത്ത് എങ്ങനെ ഒതുങ്ങി? ഹല്ലേലൂയ. ഒരു സമചതുര ക്യൂബിനകത്ത് പ്രപഞ്ചത്തിൽ ഒതുങ്ങാത്ത സർവശക്തൻ എങ്ങനെ ഒതുങ്ങി? ഒതുങ്ങാൻ കാരണം ആ സമചതുര ക്യൂബ് പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം നിത്യതയ എറ്റേണൽ സ്ഥലമാണ്. ആമേൻ. അത് എറ്റേണൽ സ്ഥലമായതിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടേക്ക് ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ, ശ്രദ്ധിക്കണേ, ജനത്തിന്റെ പാപത്തിന് വേണ്ടി
ഇതിനകത്തേക്ക് പ്രവേശിക്കും. ഇതിനകത്തേക്ക് രക്തവുമായിട്ട് താൻ പോകും. രക്തം അവിടെ തളിക്കും. അടുത്ത 365 ദിവസം, ശ്രദ്ധിക്കണം, അടുത്ത 365 ദിവസം ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ് ഈ രക്തം. അപ്പൊ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു പാപപ്രവൃത്തിക്ക് പോലും പ്രസന്റിൽ തളിക്കുന്ന രക്തത്തിന് പവർ ഉണ്ടെങ്കിൽ, ശ്രദ്ധിക്കണേ, അതാണ് ഇപ്പൊ തളിക്കുന്ന രക്തത്തിന് 365 ഡേയ്സിന്റെ വാലിഡിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിനെ തൊടാൻ ഈ ഒരിക്കൽ തളിക്കുന്ന രക്തത്തിന് എങ്ങനെ പറ്റി? മറുപടി, സാധാരണ രക്തം കഴിഞ്ഞ പാപങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, അതായത് വിശുദ്ധ സ്ഥലത്തും പ്രാകാരത്തിലും ചൊരിയുന്ന രക്തത്തിന് സംഭവിച്ചു കഴിഞ്ഞ പാപത്തിൻ്റെതാണെങ്കിൽ, അതിപരിശുദ്ധ സ്ഥലത്തെ രക്തത്തിന് വരാനുള്ള ഒരു ആണ്ടിലേക്കുള്ളതാണ്. ഈസ് ടോക്കിംഗ് അബൌട്ട് ഫ്യൂച്ചർ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ പാപത്തിന്റെ പരിഹാരം പ്രാകാരത്തിൽ സംഭവിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്കുള്ള, അടുത്ത കാലത്തിലുള്ള പാപങ്ങൾക്ക് പരിഹാരം അതിപരിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുകയാണ്. എങ്ങനെ ഫ്യൂച്ചറിനെ തൊടാൻ ഈ സ്ഥലത്തിന് പറ്റി? കാരണം ഇവിടെ തളിച്ചിരിക്കുന്ന രക്തം ഒരു മണ്ണിലല്ല തളിച്ചത്, ഭൂമിയിലല്ല തളിച്ചത്. ആ രക്തം സ്വർഗത്തിലാണ് തളിച്ചത്. എറ്റേണിറ്റിയിലാണ് ആ ബ്ലഡ് വീണത്. ഇത് മനസ്സിലാകുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യണം. എറ്റേണിറ്റിയിൽ രക്തം വീണാൽ അത് ഫ്യൂച്ചറിനെ മൊത്തം തൊടും. ഇനി അടുത്ത ദൂത് പിടിച്ചു. കർത്താവായ യേശു ക്രിസ്തു തന്റെ പരിശുദ്ധ രക്തവുമായി ഒരിക്കലായി വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് രക്തം തളിച്ചു എന്ന് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. അങ്ങനെങ്കിൽ അവിടെ തളിച്ച രക്തം ഇനിയും ഭൂമിയിൽ പിറക്കാൻ പോകുന്ന അവസാനത്തെ മനുഷ്യന്റെ അവസാനത്തെ പാപത്തിനും പരിഹാരം വരുത്താൻ ഇടവന്നതിന്റെ കാരണം തളിച്ചത് ഭൂമിയിലല്ല, തളിച്ചത് നിത്യതയുടെ ആ മണ്ഡലത്തിലാണ്. എറ്റേണിറ്റിയെ തൊട്ടതൊക്കെ ഫ്യൂച്ചറിനെ തൊട്ടതാണ്. ചേർന്ന കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ക്രൂശ് ഇരിക്കുന്നത് ടൈമില്ലാത്ത സ്ഥലത്താണ്. യേശുവിന്റെ രക്തം ഇരിക്കുന്നത്, പരിശുദ്ധമായ രക്തം, ടൈംലെസ് സ്പേസിലാണ്. എന്ന് പറഞ്ഞാൽ കുരിശിന് ഇന്നും വാലിഡിറ്റി ഉണ്ട്, ഇനി 1000 വർഷം കഴിഞ്ഞാലും വാലിഡിറ്റി ഉണ്ട്. 2000 വർഷത്തെ വയസ്സില്ല കുരിശിന്. ക്രൂശിന് ഇന്നാണ് കുരിശ്. അതായത് ഒരുവൻ വിശ്വസിക്കുമ്പോൾ ക്രൂശ് അവന്റെ കാലത്ത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? ഇന്നൊരാൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ കുരിശ് ഒരിക്കലും അവന് പഴങ്കഥയല്ല. കുരിശ് അവൻ്റെതാണ്, അവന് വേണ്ടിയുള്ളതാണ്, പ്രസന്റിലാണ്. കാരണം ക്രൂശ് ഇരിക്കുന്നത് ഇന്നലെയല്ല, നാളെയുമല്ല, ഇന്നെന്ന് പറയുന്ന എറ്റേണിറ്റിയിലാണ്. യേശു ക്രിസ്തുവിന്റെ സാക്രിഫൈസിന് എറ്റേണൽ വാല്യൂ വരാൻ കാരണം അത് ടൈമിലല്ല ഇരിക്കുന്നത്, ടൈംലെസ് സ്പേസിലാണ് ഇരിക്കുന്നത്. ഓ മൈ ഗോഡ്. അങ്ങനെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതൽ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് ചവിട്ടുമ്പോൾ അവൻ എറ്റേണിറ്റിയിലേക്കാണ് ചവിട്ടുന്നത്, നിത്യതയിലേക്കാണ് ചവിട്ടുന്നത്. ഓ മൈ ഗോഡ്. സ്വർഗത്തിൽ ചെന്നിട്ടല്ല നിത്യത, ഇവിടെ വെച്ച് നിത്യതയെ രുചിക്കണം. ഇവിടെ വച്ച് തന്നെ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ജനതയെ സ്വർഗം വിളിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഇതിനകത്ത് നാം ഒരുമിച്ച് ഈ റവലേഷനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നാം വിശ്വാസത്താൽ കാലുകളെടുത്ത് വെച്ചിട്ട് പറ, ഞാൻ തകരുന്ന, കഷ്ടപ്പെടുത്തുന്ന, അമർത്തുന്ന, ബലഹീനമാക്കുന്ന, പരാജയപ്പെടുത്തുന്ന ഭൗതിക ലോകത്തിലല്ല നിൽക്കുന്നത്. എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവ് ജീവിക്കുന്ന, എന്റെ പ്രാണനാഥൻ ജീവിക്കുന്ന അതിപരിശുദ്ധ മണ്ഡലത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന ബോധ്യമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ തോൽവിയും ഇന്നലെയും നാളെയും ഒക്കെ വഴിമാറാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. എറ്റേണിറ്റിയെ സ്പർശിക്കുക, നിത്യതയെ സ്പർശിക്കുക. ഓ ഐ കനോട്ട്, എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? എൻഗേജിംഗ് വിത്ത്, ഓ മൈ ഗുഡ്നസ്, നിത്യതയെ തൊടുക. നിത്യതയെ തൊട്ടാലുള്ള കാര്യം എന്ന് മനസ്സിലാക്കി. നിത്യതയിൽ മരണമുണ്ടോ? നിത്യതയിൽ ഡീക്കേ ഉണ്ടോ? നിത്യതയിൽ തോൽവിയുണ്ടോ? ഞാൻ അതുകൊണ്ട് പറഞ്ഞത്,
എറ്റേണിറ്റിയുടെ വ്യൂവിലായിരിക്കണം നമ്മൾ ലോകത്തെ കാണേണ്ടത്. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാനത് സംസാരിച്ചതാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഞാനത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചെറിയ ഗ്യാതറിങ്ങിൽ ഞാൻ സംസാരിച്ചതാണ്. നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചിലർ. നിത്യതനായ ദൈവം, ഇത് കേൾക്കണം, ദൈവം മനുഷ്യരുടെ പാപം മനസ്സിൽ വെച്ചുകൊണ്ടിരിപ്പുണ്ടോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഈ കൂട്ടത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ എനിക്കെതിരെ ഒരു തെറ്റ് ചെയ്താൽ എനിക്ക് ആ ആളിനോട് കോപവും ക്രോധവും പകയും കയ്പും എൻ്റെ ഉള്ളിലുണ്ടാവും. ഈസ് ഇറ്റ് റൈറ്റ്? ചോദ്യം, തെറ്റ് ചെയ്തവനാണോ കയ്പ്? തെറ്റ് ആരോട് ചെയ്തോ അവർക്കാണോ കയ്പ്? ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചു, എനിക്കല്ലേ കയ്പ് വന്നേ? ആരാണ് ബാധിക്കപ്പെടാൻ പോകുന്നത്? ജസ്റ്റ് ഒന്ന് ഇത്, ആര് ബാധിക്കപ്പെടും? അടിച്ചവനാണോ അടികൊണ്ടവനാണോ? ബാധിക്കപ്പെടാൻ പോകുന്നത് അടികൊണ്ടവനാണ്. കാരണം അടികൊണ്ടവൻ ഈ തെറ്റിനെ എങ്ങനെയാണോ വീക്ഷിക്കുന്നത് അതുപോലെ ഈ വ്യക്തിക്ക് സ്വതന്ത്രനാകാൻ പറ്റും. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കാര്യം പറയുന്നത്. കുറ്റം ചെയ്തവൻ ചെയ്ത കുറ്റം ബൈബിളിന്റെ ഭാഷയിൽ, ഒന്നുകൂടെ പറയാം, ബൈബിളിന്റെ ഭാഷയിൽ പാപം എന്നത് ഇലൂഷനാണ്. എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ടെന്ന് പറഞ്ഞ ഇലൂഷൻ. ഇല്യൂഷൻ, ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? നമ്മൾ മാന്ത്രിക ജാലം കാണാൻ പോകുമ്പോ അന്തരീക്ഷത്തിൽ ആളുകളെ ഇങ്ങനെ നിർത്തുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ കൺകെട്ട്. പാപം ഇലൂഷനാണ്. പാപം ഇലൂഷനാണ്. യേശു അത് ക്രൂശിൽ വെച്ച് തെളിയിച്ചു. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞത്. യേശുവിനറിയാം മൂന്നാമത്തെ ദിവസം കല്ലറ തുറന്ന് സുഖമായിട്ട് പുറത്തു വരണമെങ്കിൽ ഇവരുടെ കുറ്റം അകത്ത് വെച്ചോണ്ട് പോയാൽ പറ്റില്ല. യേശു ഉയർക്കാൻ വേണ്ടിയാണ് പാപത്തെ ക്ഷമിച്ചത്. എന്ന് പറഞ്ഞാൽ അകത്ത് കുറ്റം വെക്കുന്ന ഒരാളും പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയത്തില്ല. പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണമെങ്കിൽ ആദ്യം നീക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരുടെ മേൽ വെച്ചിരിക്കുന്ന കുറ്റങ്ങളാണ്. സിൻ ചെയ്യുന്നവൻ ഇല്യൂഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇല്യൂഷൻ ആണ്. ഇപ്പൊ ഞാൻ പറയാം, ഇതിനകത്ത് ഇപ്പൊ ഒരാള് എനിക്കെതിരെ അപവാദം പറഞ്ഞാൽ എനിക്ക് ആളിനെതിരെ കയ്പ് വരും. ലോകത്തിലെ 800 കോടി ജനം ദൈവത്തിനെതിരെ പാപം ചെയ്തു. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ മനസ്സ് എങ്ങനെ ഇരിക്കും? എനിക്ക് ഒരാള് ചീത്ത പറഞ്ഞപ്പോഴേ ഇങ്ങനെ ഇങ്ങനെ പിരിപിരാന്ന് വരികയാണെങ്കിൽ 800 കോടി ജനം, അത് കള്ളം പറച്ചിലല്ല, ദൂർനടപ്പ്, ലെസ്ബിയനിസം, ഹോമോസെക്ഷുവാലിറ്റി, അയ്യോ എന്തെന്നെല്ലാം പാവം, കൊലപാതകം എല്ലാം ചെയ്ത് ദൈവം എങ്ങനെ, ദൈവ സമാധാനത്തോടെ ഇരിക്കുവോ? ദൈവത്തിന് ചിരിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, വാസ്തവത്തിൽ എവിടുന്നായി ഫോർഗീവ്നെസ് വരേണ്ടത്? ദൈവം ഇവരുടെ എല്ലാം കൂടെ പാപം ഇങ്ങനെ കണക്കിട്ടുകൊണ്ടിരുന്നാൽ ദൈവത്തിന് സമാധാനം കാണുമോ? എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുക, ഇത് എന്തായി പറയുന്നില്ലേ? ഫോർഗീവ് മീ ലോർഡ് നമ്മൾ മുകളിൽ നോക്കി പറയാതിരിക്കാൻ വേണ്ടി പറയുക. ഫോർഗീവ് മീ ലോർഡ് എന്ന് ഇനി പ്രാർത്ഥിക്കരുത്. ഫോർഗീവ് മീ ലോർഡ് എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തിരിക്കുന്ന ആളോടെ പ്രാർത്ഥിക്കണ്ടേ. കാരണം അകത്തിരിക്കുന്ന ആളാണ് ഫ്രീ ആകണം എന്ന് പറഞ്ഞാൽ നീയാണ് സ്വതന്ത്രനാവേണ്ടത്. നീ നിന്നോട് ക്ഷമിക്കുക. നിന്റെ ഇല്യൂഷൻ, നീ നിന്നോട് ക്ഷമിക്കുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന ട്രൂ ആയാം സ്വതന്ത്രനാകുകയാണ്. നീ നിന്നോട് ക്ഷമിക്കണം. സിൻ ഒരു ഇലൂഷനാണ്. യേശുക്രിസ്തു ക്രൂശിൽ വെച്ച് പറഞ്ഞ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരെ അറിയുന്നില്ല. എനിക്കിത് സത്യം പറഞ്ഞാല്
ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യം. എന്ത് വെളിപ്പാട് അതിനകത്ത് വരുന്നുണ്ടോ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണം. സത്യത്തിന് ഞാൻ ചോദിക്കുക, ഇത്രയും വലിയ റോമ പൗരൻ, റോമ പട്ടാളക്കാർ യേശു ക്രിസ്തുവിന്റെ മുഖത്ത് തല്ലിയതും മുതുകുഴയാൽ പോലെ കീറിയതും ആണിയടിച്ചതും ചീത്ത പറഞ്ഞതും അപഹസിച്ചതും പരിഹസിച്ചതും മുഖത്ത് തുപ്പിയതും രോമം വലിച്ചു പറിച്ചതൊന്നും അറിയാതെയാ ചെയ്തത്. യേശു ക്രിസ്തു അതിനോട് എന്താ പറഞ്ഞ? അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയുന്നില്ലെന്ന് പറയുന്നത് അർത്ഥം എന്താ? കർത്താവേ, ഇവർ എന്താ ചെയ്യുന്നത് പോലും ഇവർക്ക് അറിയത്തില്ല. ഇത് ഇലൂഷനാണ്. They do not know what they are doing. Sin is an illusion. Illusion. ലോകത്തിന്റെ പാപത്തെ യേശു ക്രിസ്തു ചുമന്നൊഴിച്ചു. ചുമന്നൊഴിച്ചെങ്കിൽ പിന്നെ ഭൂമിയിൽ ഏത് പാപമാണുള്ളത്? മുഴുവൻ പാപവും ക്രിസ്തു ചുമന്നുകൊണ്ട് പോയപ്പോ കുറച്ച് കൊട്ടയിന്ന് താഴെ വീണോ? അവിടെ ഇവിടെയൊക്കെ ചെതറി വീണത് നമ്മളെടുത്ത് വെച്ചോണ്ടിരിക്കുക. എല്ലാം ചുമന്നു മാറ്റിയെങ്കിൽ ഇനി ലോകത്തിന് പാപമുണ്ടോ? ലോകത്തിന്റെ പാപം ഇലൂഷനാണ്, അറിവില്ലായ്മയാണ്. അപ്പോൾ അടുത്ത ചോദ്യം, ഒരു ഗോഡ്സ് ചിൽഡ്രൻ, ഒരു സെയിന്റ്, ലിസൺ, ഒരു സെയിന്റ്, ഒരു മിസ്റ്റിക്കൽ സെയിന്റ്, ദ വൺ ഹു ഈസ് ക്യാരിയിങ് ദ ഓൾമൈറ്റി ഗോഡ്, ദൈവാദി ദൈവത്തെ, ഐ ആം ദറ്റ് ഐ ആമിനെ ഉള്ളിൽ വഹിക്കുന്ന ഒരു മിസ്റ്റിക്കൽ സെയിന്റ് ലോകത്തെ എങ്ങനെ കാണണം? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറിച്ച് വെച്ചോണം. How should I see the world? Number one, you should see the world is completely forgiven. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങളിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. The world is completely forgiven is a biblical term. ബൈബിൾ പറയുന്നു, ക്രിസ്തുവിൽ ദൈവം ലോകത്തെ തന്നോട് നിരപ്പിച്ചു. ലോകത്തിന്റെ പാപം കണക്കിടാതെ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരുത്തന്റെ പാപവും ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിലില്ല. ദൈവം കോസ്മോസിനോട് കംപ്ലീറ്റ്ലി ഫോർഗിവൺ ആണ്. നമുക്ക് ഈ ഗുഡ് ന്യൂസ് ആണ് നമ്മൾ അവരോട് പോയി പറയേണ്ടത്. ഡു യു വാണ്ട് ഫോർഗിവ്നെസ് ഓഫ് സിൻ എന്നല്ല ചോദിക്കേണ്ടത്. You are completely forgiven. Number two, you are innocent. കിട്ടുന്നുണ്ടോ? എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള തകർന്നുകൊണ്ടിരിക്കുന്ന, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ പറയുന്ന, നിങ്ങളെ നശിച്ചു പോകണമെന്ന് പറയുന്ന ഒക്കെ ലോകത്തെ കംപ്ലീറ്റ്ലി ഫോർഗീവൺ, ശ്രദ്ധിക്കൂ, കംപ്ലീറ്റ്ലി ഫോർഗീവൺ ആണ് എന്ന ഒറ്റ വ്യൂ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്കുണ്ടായാൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. നമുക്ക് ഒരാളുടെ നേരെ വിരൽ ചൂണ്ടാൻ പറ്റത്തില്ല. കാരണം മിസ്റ്റിക്കൽ സെയിൻസ് അറിയേണ്ട ട്രൂത്ത്, the world that you are seeing is completely forgiven. Number two, they are innocent. അപ്പൊ മദ്യപിച്ചു, കൊലപാതകം ചെയ്തു, മോഷ്ടിച്ചു, ദുർനടപ്പിൽ പോയി, അത് ചെയ്തു, ഇത് ചെയ്തു, കൊള്ള നടത്തി, അത് ഇന്നസെൻസ് ആണ്? യെസ്, they do not know what they are doing. They do not know what they are doing. സത്യത്തിൽ ക്രൂശിൽ വെച്ച് യേശു പറഞ്ഞെന്നറിയുമോ? ആ റോമ പൗരന്മാർ ഇന്നസെന്റ് ആണ്, അവർക്ക് അറിയത്തില്ല അവരെന്താ ചെയ്യുന്ന. സോ ദ ക്രൂശിൽ വെച്ച് യേശു ഇന്നസെൻസ് റെസ്റ്റോർ ചെയ്തു. സോ see the world as totally forgiven by the Lord Jesus Christ. That is the reality of the cross. The persons, those who are living in the most holy place, they are going to see the world is totally, completely forgiven. You cannot put any argument, any guilt on the people, because we know that Jesus, the blood of Jesus in the eternal place is completely forgiven. ആക്കി കഴിഞ്ഞു മാനവരാശിയുടെ പാപത്തെ. ആമേൻ. അതിപരിശുദ്ധ സ്ഥലത്ത് രക്തം കണ്ട എത്ര ദൈവമക്കളുണ്ട്? അതിപരിശുദ്ധ സ്ഥലത്ത് രക്തം കണ്ടാൽ ഓർത്തോണം, ഇത് അവസാനത്തെ പാപത്തിന് വേണ്ടിയുള്ളതാണ്. പ്രാകാരത്തിലെ രക്തം കണ്ടാൽ ഓർത്തോണം, അത് പ്രാകാരത്തിൽ ചൊരിയപ്പെട്ട യാഗത്തിലെ രക്തം വിളിച്ചു പറയുന്നു, അവന്റെ ഇന്നലത്തെ മുഴുവൻ പാപം ക്ഷമിച്ചു. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന രക്തം വിളിച്ചു പറയുന്നു, യുവർ സിൻ ഈസ് എറ്റേണലി ഫോർഗീവൺ, യു ആർ എറ്റേണലി റിഡീംഡ് എന്ന് പറഞ്ഞ മോസ്റ്റ് ഹോളി പ്ലേസിൽ എത്തിയ സകലതിനും എറ്റേണൽ വാലിഡിറ്റിയാണ്. Praise the Lord. Praise the Lord. That means you are eternal.
You don't want to go to eternity. You are already in eternity. You are eternally validated. You are in the most holy place. You are living in eternity. You are engaging with the angels of God. Holy Master. Praise ye God. ദൈവ കർത്താവിന്റെ വലിയ സാന്നിധ്യം. ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ ഐ ആം ജസ്റ്റ് എൻഗേജിങ് വിത്ത് എറ്റേണിറ്റി. റിയലി കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ യേശുവിന് നന്ദി പറയുകയാണ്. I'm releasing that power. I'm releasing that presence of God. The eternity, the reality. I just want to talk to the angels of God. I can engage with the angels of God because these places are, the heaven is open. Amen. You are an eternal being. You are in the most holy place. നിങ്ങളുടെ ക്യാരക്ടർ മാറാൻ തുടങ്ങും. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ക്യാരക്ടർ മാറാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറയാം. നിങ്ങളുടെ കൺമുമ്പിലുള്ള സകലതിനെയും ഇന്നസെന്റ് ആയിട്ട് കാണണം. അയ്യോ, ആ ക്രിമിനലിനെ എനിക്ക് എങ്ങനെ ഇന്നസെന്റ് ആകാൻ പറ്റും? സർ, അവൻ ക്രിമിനൽ ആയതുകൊണ്ട് നിനക്ക് മാറ്റം വന്നാൽ മാറേണ്ടത് അവനല്ല, മാറേണ്ടത് നാമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരിക. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഗിബ്സൺ പാസ്റ്റർ പറഞ്ഞു കൊള്ളാം. ദീപക് പറഞ്ഞു ഓ കുഴപ്പമൊന്നുമില്ല. അജികുമാർ പറഞ്ഞു ഏയ് കൊള്ളത്തില്ല. ഒരാൾ പറഞ്ഞു കൊള്ളാം, ഒരാൾ പറഞ്ഞു ആവറേജ് ആണ്, അടുത്ത ആൾ പറഞ്ഞു ഓ കൊള്ളൂല. ഇതിനെന്തേലും മാറ്റം ഉണ്ടോ? ഈ മൊബൈലിന്റെ പ്രശ്നമാണോ? കൊള്ളാമെന്നും കൊള്ളത്തില്ലെന്നും കൊള്ളാം എന്നും 3 വ്യൂ വന്നു. ഈ 3 വ്യൂ വന്നെങ്കിലും ഇതിന് മാറ്റമുണ്ടോ? സത്യത്തിൽ പ്രശ്നം മൊബൈലിൻ്റെതാണോ ഈ 3 പേരുടേതാണോ? അത്രേ ഉള്ളൂ. അവൻ ശരിയല്ല, ഇവള് ശരിയല്ല, അവൻ പന്നനാണ്, ഇവൻ കള്ളനാണ് എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അത് അവന്റെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. ട്രിനിറ്റിക്കകത്ത്, എറ്റേണിറ്റിക്കകത്ത്, മോസ്റ്റ് ഹോളി പ്ലേസ് ലൈഫിൽ ജീവിക്കുന്ന ഒരു ഓർത്തോണം. ഇഫ് യു ആർ ഫോക്കസിങ് എ പേഴ്സൺ, ദാറ്റ് പേഴ്സൺ ഈസ് എ ഗിൽറ്റി, he is a thief, he is a liar. If you are focusing anybody, that is not their problem, that is our problem. സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെ കാണുന്നെങ്കിൽ നമ്മുടെ പ്രോബ്ലമാണ്. ഒരു ട്രൂ സെയിന്റിന് യു cannot blame anybody. If you are blaming anybody, you are out of glory. തെളിയിച്ചോട്ടെ. മനുഷ്യൻ തേജസ്സിൽ നിന്ന് താഴെ പോയതിന്റെ ആദ്യത്തെ ലക്ഷണം, ദൈവം ആദാമിനോട് ചോദിച്ചു, നീ ആ ഫലം തിന്നുവോ? മറുപടി, നീ എനിക്ക് കൂട്ടിരിപ്പാൻ തന്ന ഈ സ്ത്രീ തന്നു, ഞാൻ തിന്നു. സ്ത്രീയോട് ചോദിച്ചു, ഫലം തന്നോ? നീ തിന്നോ? അവൾ പറഞ്ഞില്ല. പാമ്പ് തന്നു, ഞാൻ തിന്നു. അക്യൂസേഷൻ, ഫോക്കസിങ് അതേഴ്സ്. യു ആർ റോങ്, ബിക്കോസ് ഓഫ് യു ഐ ആം, നീ കാരണമാ ഞാൻ ഇങ്ങനെ ആയത് എന്ന് നാം ഒരാളെ മേൽ ഫോക്കസ് ചെയ്യുമ്പോൾ, ഒരാളെ അക്യൂസ് ചെയ്യുമ്പോൾ, അത് നീ മഹത്വത്തിൽ നിന്ന് പോയതിന്റെ തെളിവാണ്. നീ മഹത്വത്തിലേക്ക് എൻ്റർ ആകുമ്പോൾ നിന്നിൽ നടക്കുന്ന ആദ്യത്തെ സ്വഭാവ സവിശേഷത, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിനക്ക് പറയാൻ പറ്റുന്നെങ്കിൽ നീ അതിപരിശുദ്ധ സ്ഥലത്തെത്തി എന്നർത്ഥം. നീ മഹത്വത്തിന്റെ പുറത്തിറങ്ങുമ്പോൾ നീ ജനത്തെ വിളിച്ചുകൊണ്ട് പറയും, ദാറ്റ് ഈസ് റോങ്, ദിസ് ഈസ് റോങ്, അവൻ കള്ളൻ, ഇവൻ ക്രിമിനൽ, അവൻ പാപി, ഇവൻ പാപി, ഈസ് എ ഗിൽറ്റി പേഴ്സൺ, ഹി ഈസ് ഡിസർവ് ടു ഡെത്ത്. ഇതൊക്കെ പറയുന്നെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ഗ്ലോറി. How many of you want to live in the most holy place? I want to go and stay in the most holy place. And I just found when I meditate this word, God said to me, the world is completely forgiven. Oh, hallelujah. എന്റെ സഹോദരന്മാരെ, ആ തിഹാർ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകൾ കംപ്ലീറ്റ്ലി ഫോർഗീവൺ ആണെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമ്മൾ we are not bringing forgiveness, sir. We are going and proclaiming the forgiveness. നിനക്ക് പാപമോചനം വേണോ എന്ന് പ്രസംഗിക്കുകയല്ല, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നതാണ് സുവിശേഷം.
ആമേൻ. മോചിക്കപ്പെട്ട്, that is gospel. You want forgiveness, that is not gospel. You are completely forgiven. You are innocent. Never ever forget this word. And this is a real recognition that you are living in the glory. If you are out of the glory, you are going to accuse others. That person is wrong, this person is wrong, I am wrong, he is wrong. At last you will suffer. You will. അതുകൊണ്ടാണ് ഗ്ലോറിക്കകത്ത് നിനക്ക് ദൈവമഹത്വം കാണുമ്പോൾ ഗ്ലോറിയുടെ പുറത്ത് നിനക്ക് മുള്ളു വരും. മുള്ള്, പറക്കാര, കുത്തുന്നു, സഫറിങ്സ്, പ്രശ്നങ്ങള്. Where is it? Out of glory. In the glory, there is no accusation. You know, God never accused anybody. God will never accuse anybody. കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയെ നോക്കി യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇവളിൽ പാപമില്ലാത്തവർ, നിങ്ങളിൽ പാപമില്ലാത്തവരുടെ കല്ലെറിയട്ടെ. ആരും നിന്നെ കല്ലെറിഞ്ഞില്ലയോ? ഇല്ല കർത്താവേ, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. പോക, ഇനിയും പാപം ചെയ്യരുത്. Forgiveness. If you listen to me, if you forgive completely, you will disable that sin forever. Amen. അപ്പൊ നമ്മൾ ചോദിക്കും, എങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നതെന്ന്. യു കനോട്ട് ഫോർഗീവ്. നിങ്ങൾക്ക് ഒരിക്കലും ഫോർഗീവ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഫോർഗീവ് ചെയ്താൽ അടുത്ത സമയം വരെ ഓർത്ത് വീണ്ടും എടുത്ത് അടിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ? ക്ഷമിച്ചു എന്ന് പറയുന്നവർ എല്ലാ ദിവസവും കുത്തിക്കൊണ്ടിരിക്കും. ക്ഷമിച്ചതല്ല, ചുമ്മാതാ. അവർ ക്ഷമിക്കണമെങ്കിൽ നിന്റെ അഹം ക്ഷമിക്കണം, നിന്റെ ഉള്ളം. യേശു കുരിശിൽ വെച്ച് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. കേട്ടവർ ആമേൻ പറ. യേശു കുരിശിൽ വെച്ച് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ പോരെ? അടിച്ചത് ഇവരല്ലേ, യേശുവല്ലേ ക്ഷമിക്കണ്ടേ? യേശു പറഞ്ഞു, അല്ല, ഞാനല്ല ക്ഷമിക്കുന്നത്, എൻ്റെ അകത്തിരിക്കുന്ന എൻ്റെ അപ്പൻ ക്ഷമിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തിരിക്കുന്ന ആ കോൺഷ്യസ് ആണ് ക്ഷമിക്കേണ്ടത്. എൻ്റെ ഈഗോ ക്ഷമിച്ചാൽ അടുത്ത പ്രാവശ്യം വീണ്ടും പൊങ്ങും. എൻ്റെ കോൺഷ്യസ് ക്ഷമിച്ചാൽ ഇറ്റ് ഈസ് forgiven forever and ever. Amen. Are you happy? So listen, this is very important. ഞാൻ നിങ്ങൾ തുറന്നു പറയാം, ഏറ്റവും വലിയ ബന്ധനം ഇപ്പോൾ അഴിയാൻ പോവാം. ഈ വിശ്വാസികളുടെ ബന്ധനങ്ങൾ നമ്മൾ കണ്ടില്ല. വിശ്വാസികൾ ഭയങ്കര ബന്ധനത്തിലാണ്. എങ്ങനെ അവർ ബന്ധനത്തിലായെന്നറിയോ? അവര് വേറൊരാളെ ബന്ധിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാ. മറ്റൊരാളെ എപ്പോഴും ചെങ്ങലക്കത്തിട്ടാൽ, ഇഫ് യു ആർ കൺട്രോളിങ് എനിബഡി, യു ആർ അണ്ടർ ബോണ്ടേജ്. If the husband is controlling wife, the husband is under bondage. If the wife is controlling others, that wife is under bondage. ഞാൻ ഒരു ചെറിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമ്മളൊരു കടിക്കുന്ന പട്ടിയെ കൊണ്ട് ഇങ്ങനെ ചെങ്ങലക്കകത്ത് കൊണ്ട് നടക്കാം. ശ്രദ്ധിക്കണേ, ചെങ്ങലയുടെ ഒരറ്റത്ത് പട്ടി, മാറാറ്റത്ത് ഞാൻ. പട്ടി ഇങ്ങനെ പോകുന്നു. ഞാൻ പറയുന്നു, ഞാൻ പട്ടിയെ കൊണ്ട് നടക്കുന്നു. പട്ടിയോട് ചോദിച്ചാൽ പറയും, ഞാൻ ജോണിനെ കൊണ്ട് നടക്കുന്നു. അത്രേ ഉള്ളൂ. പട്ടിയോട് ചോദിച്ചാൽ പറയും, ഞാൻ എൻ്റെ യജമാനനെ കൊണ്ട് നടക്കുകയാണ്. ഞാൻ പറയും, ഞാൻ ഈ കടിക്കുന്ന പട്ടിയെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ ചെങ്ങലെ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാനും സ്വതന്ത്രനല്ല, പട്ടിയും സ്വതന്ത്രനല്ല. ഞാൻ സ്വതന്ത്രനാകാനുള്ള വഴി പട്ടിയെ തുറന്നു വിട്ടാൽ മതി, ഞാൻ സ്വതന്ത്രന. അതായത് ചെങ്ങലക്കകത്ത് നീ കൺട്രോൾ ചെയ്ത് കണ്ടിട്ടില്ലേ? കൺട്രോളിങ് പീപ്പിൾ ആർ ബോണ്ടഡ് പീപ്പിൾ. ദേ ആർ നോട്ട് under freedom, they are under bondage. 99 believers are under bondage because they are controlling everybody. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ധൈര്യത്തോടെ വരാം. ധൈര്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഭയം. ഭയം എവിടെ ഉണ്ടോ അവിടെ കൺട്രോൾ ഉണ്ട്. ഭയം ഉള്ളിടത്ത് കൺട്രോൾ ഉണ്ട്. ടോട്ടൽ ഡെലിവറൻസ് ആവശ്യമുള്ളവർ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ഫിയർ മാറാതെ നിങ്ങൾ സ്വതന്ത്രരാകത്തില്ല. Fear is the first manifestation of the fall. ആദം വീണപ്പോൾ ആദ്യം സംഭവിച്ചത് ഭയമാണ്. ഭയമാണ് പ്രശ്നത്തിന്റെ തുടക്കം. If you are fearing,
സംഭവിച്ചിരിക്കും. Don't fear. God is with you. Don't try to control anyone. ആരെയും നമ്മളിങ്ങനെ ബന്ധിക്കാൻ ശ്രമിക്കരുത്. Leave alone. You will be free. എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന്റെ സഭ മുഴുവൻ കേൾക്കേണ്ട ചില സന്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ. The most holy place, what is your attitude? ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ, നിങ്ങൾ ആളുകളെ കാണുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തെ നോക്കുമ്പോൾ, നിങ്ങൾ വ്യക്തികളെ കാണുമ്പോൾ, അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞവരെ ചിന്തിക്കുമ്പോൾ, നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട ആദ്യത്തെ ചിത്രം, hey, they are completely forgiven. Their innocence. See their eyes and see a baby. അവരുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഒരു കുഞ്ഞാണെന്ന് ചിന്തിക്കുക. 100% വിശ്വസിക്കുക. They are completely forgiven their innocence because of the blood of Jesus Christ, because of the finished work of Jesus Christ. Completely forgiven. That will set you free forever in the name of Jesus. എനിക്ക് തോന്നുന്നു 99% of your problem is going to be vanished away just because of this only one thoughts. Completely forgiven. Free. Allow them to free. Allow them to be free. Don't hold anybody with your chain, because ഒരു സൈഡിൽ നിന്റെ പ്രശ്നവും മറു സൈഡിൽ നീയും കാണും. അന്നൊരിക്കൽ സിഗരറ്റിനെ കുറിച്ചൊരു ഡെഫിനിഷൻ, എന്താണ് സിഗരറ്റ്? എനിക്ക് തോന്നുന്നു ഏതോ ഒരു ലിറ്ററേച്ചർ വലിയൊരു മനുഷ്യൻ പറഞ്ഞതാണ്. എന്താണ് സിഗരറ്റ്? സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് സിലിണ്ടർ, അതിന്റെ ഒരറ്റത്ത് പുകയും മററ്റത്തൊരു വിഡ്ഡിയും. മനസ്സിലായോ? സിഗരറ്റ് എന്ന് പറഞ്ഞ ഒരു വെളുത്ത സിലിണ്ടർ ആണ്. അതിന്റെ ഒരു സൈഡിൽ പുക കാണും, മറു സൈഡിൽ ഒരു വിഡ്ഡിയുണ്ട്. അത് പറഞ്ഞ പോലെ ചെങ്ങല എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഒരു കടിക്കുന്ന പട്ടി, മറു സൈഡിൽ ഒരുത്തരും ഒരു വിഡ്ഡിയും. അവൻ കൊണ്ടു നടക്കുക. അവന്റെ വിചാരം പട്ടിയെ ഞാൻ കൺട്രോൾ ചെയ്യും. പട്ടി പറയും അവനെ ഞാൻ കൺട്രോൾ ചെയ്യും. നീ എന്തിനെ കൊണ്ടു നടക്കുന്നോ അത് നിന്നെ കൺട്രോൾ ചെയ്യും. ലീവ് എവറിത്തിങ് റൈറ്റ് നൗ. മിസ്റ്റിക്കൽ സെൻസിനോട് ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും പക, വിദ്വേഷം, കയ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലും tonight leave right now. The glorification ആദ്യത്തെ സ്റ്റെപ്പിൽ leave right now. If you want to resurrect on the third day, if you want to touch with the resurrected life, forgive everyone. Completely forgiven. See the innocence of God in their face. See, they are totally controlled by God and completely forgiven by God, because we are in the most holy place. Oh, I love this word. I'm preaching for myself. ഞാൻ എനിക്ക് വേണ്ടി മാത്രം പ്രസംഗിക്കുക. I like it. Hallelujah. Hallelujah. നിത്യതയുടെ മഹിമയ്ക്കകത്ത് എനിക്ക് റിയൽ I'm bubbling in the joy, because ഇതിനകത്ത് ഒരു ഭയങ്കര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. You can talk to God face to face with God, living together with God. You are living. എനിക്ക് തോന്നുന്നു ഇതൊരു മണിയറയാണ്. ഇത് മണവാളന്റെ മണിയറയാണ്. അവൻ ഇരിക്കുന്ന ഇടത്ത് നീയും ഇരിക്കുകയാണ്. അവൻ ഇരിക്കുന്നതിന്റെ അടുത്തല്ലിരിക്കുന്ന, അവൻ ഇരിക്കുന്ന ഇടത്ത് നീ ഇരിക്കുകയാണ്. You and Christ are sitting together. You are united together in the most holy place. ഇനി അടുത്തൊരു ചിന്തയും കൂടെ നിങ്ങൾക്ക് പറയാൻ ആശിക്കുക. ലേവ്യ പുസ്തകത്തിൽ ഒരു വാക്യം ഈ മോസ്റ്റ് ഹോളി പ്ലേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്ന് നമ്മുടെ പരിശുദ്ധമായ ഹൃദയത്തെ തിരിക്കാം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിപ്പാൻ കടന്നിട്ട് പുറത്തു വരുന്നത് വരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. ആ വാക്കിങ്ങനെയാ. And there shall be, listen, this is very important. And there shall be no man in the tent of meeting when he goeth in to make atonement in the holy place. Leviticus chapter 16 verse 17. ഈ എബ്രായ വാക്ക് അല്ലെങ്കിൽ ഇതിനെ, ഈ വാക്യത്തെ ഗ്രീക്ക് തത്വജ്ഞാനിയായിരുന്ന അല്ലെങ്കിൽ ഗ്രീക്ക്
ഫിലോസഫർ ആയിരുന്ന ഫിലോ. ഈ വാക്യത്തിന്റെ ഒരു ഒറിജിനൽ റെൻഡറിങ് ഇങ്ങനെ കൊടുത്ത് ഞാൻ പറയാം. There shall be no man in the holy of holies when, ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അതിന്റെ ഒറിജിനൽ ഇങ്ങനെ കേട്ടോ, there shall be no man in the holy of holies when Aaron enters to make atonement. സമാഗമന കൂടാരത്തിൽ എന്നുള്ളതിന് യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന മോസ്റ്റ് ഹോളി പ്ലേസ്. അതായത് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ. There shall be no man, ഒരു മനുഷ്യൻ പോലും അതിപരിശുദ്ധ സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല ആരോൺ അറ്റോൺമെന്റ് നടത്താനായിട്ട് കൂടാരത്തിൽ ചെല്ലുമ്പോൾ. അപ്പൊ കൂടാരത്തിൽ ചെല്ലുന്ന ആരോൺ മനുഷ്യനല്ലേ? നോ മാൻ. ഫീലോ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, വെൻ, ശ്രദ്ധിക്കണം, വെൻ ദ ഹൈ പ്രീസ്റ്റ് enters the holy of holies, he shall not be a man. എനിക്കൊന്ന് കൂകാൻ തോന്നുന്നു. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ he shall not be a man, അവനൊരു മനുഷ്യനായിരിക്കില്ല. Can you get? നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? കയറിപ്പോകുന്ന ഈ മനുഷ്യനാ, അദ്ദേഹം മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ മനുഷ്യനല്ലാതാകുന്നു. He shall not be a man എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ഇവൻ പ്രവേശിക്കുമ്പോൾ he became a divine being. Most holy place no man can enter. If someone is entering into the most holy place, he shall not be a man. Woo! Praise you, Jesus. നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇതിനകത്ത് കയറിയാൽ അവൻ പിന്നെ മനുഷ്യനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് is just like an angelic being. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ ഒരിക്കലും ഭൂമിയുടെയും വായുവിന്റെയും തീയുടെയും വെള്ളത്തിന്റെയും റെപ്രസെന്റേഷൻ ഉള്ള അവന്റെ ധൂമ്ര നൂല്, ചുമന്ന നൂല്, പഞ്ഞി നൂല്, നീല നൂല് തുടങ്ങിയ ഈ വസ്ത്രത്തെ ധരിച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഇവൻ പ്രവേശിക്കുമ്പോ ഇവൻ വെളുത്ത വസ്ത്രം ധരിച്ച് ലിനൻ ധരിച്ചുകൊണ്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ലിനൻ ധരിച്ചുകൊണ്ട് ഇവൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവൻ ദൂതതുല്യനായ ശുഭ്രവസ്ത്രധാരിയായിട്ടാണ് പ്രവേശിക്കുന്നത്. He is not carrying any worldly substance inside the most holy place. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഭൗതിക ലോകത്തിലെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെങ്കിൽ ഈ കടന്നു പോകുന്ന മൺമയനായ ഇവൻ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു, he shall not be a man. അവനൊരു മനുഷ്യൻ അല്ലാതെയായി മാറുന്നു. He became a divine person. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതിയതായിരിക്കുന്നു. New creation is a beyond human being. New creation reality നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? A new creation is beyond a human being. പുതുസൃഷ്ടിയുടെ വെളിപ്പാടിന്റെ ഒരു അംശം. ന്യൂ ക്രിയേഷന്റെ ദ വേർഡ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാൻ പോലും സഭ ഇതുവരെ തുടങ്ങിയിട്ടില്ല. സഭ ന്യൂ ക്രിയേഷൻ പറയാനോ ന്യൂ ക്രിയേഷന്റെ എൻഡിനെ എന്ന വേർഡിനെ സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ദ റിയാലിറ്റി ഓഫ് ന്യൂ ക്രിയേഷൻ ഇസ്, I cannot explain, it is unfathomable. It's beyond human being. നേരത്തെ സൂചിപ്പിച്ച വാക്യം ഒരുപാട് ആവശ്യമുണ്ട്. ക്രിസ്തു മരിച്ച് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതും പോലെ
നാം ജീവിക്കണം. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് lived after the resurrections without blood. He lived in the life of the Spirit. He walked through the walls. He appeared and disappeared. He was living as a supernatural man, a superhuman being. A resurrected person is beyond human being. You and we all are new creations, entering into the most holy place. Brothers and sisters, regular practice ആക്കിക്കോണം, engaging with the most holy place. When you are meditating God, imagine that you are in the most holy place with God. You are in eternity. You are in the heavenly places. Oh my God. You are talking to God. You are talking to the angels. The heaven is not far. You are already in the heavenly places. Heaven is in you. You are in the heavenly places. Eternal being, infinite being. Can you follow me, brothers and sisters? ഞാൻ മനസ്സിലാക്കുന്ന വെയിറ്റിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? I do not know how to explain all these things. But one thing I want to say, life in the most holy place is a glorious life. മഹത്വമുള്ള ജീവിതം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? അവിടുത്തെ മന്ന കെട്ടുപോകുന്നില്ല, മന്ന പഴകിപ്പോകുന്നില്ല. എന്തുകൊണ്ടാ? ടൈമില്ല. ടൈമില്ലാത്ത സ്ഥലത്തായിരിക്കുന്നത്. If you are spending too much time in the most holy place, you can live long. You can live long. Moses was in the glory. The Bible says 120 years. മോസസ് മരിച്ചില്ല. മോസസ് രോഗം വന്ന് മരിച്ചതല്ല. മോസസ് കനാനിൽ പ്രവേശിക്കാതിരിക്കാൻ ദൈവം അവനെ കൊന്നതാണ്. ആമേൻ. ദൈവം അവനെ മരിപ്പിച്ചതാണ്. ആമേൻ. കാരണം നീ കടക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ കടക്കത്തില്ല എന്ന് പറഞ്ഞവന് പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, കണ്ണ് മങ്ങിയിട്ടില്ല, ക്യാൻസർ വന്നിട്ടില്ല, രോഗത്തിന്റെ കിടക്കയിലല്ല. പക്ഷെ മരിച്ചേ പറ്റൂ. മരിച്ചില്ല ഇവ ചാടി അപ്പുറത്തു. ദൈവം തന്റെ വാക്ക് സൂക്ഷിക്കാൻ മോശയോട് പറഞ്ഞു, കമോൺ ലെറ്റ്സ് ഗോ. ദൈവം അവനെ മരിച്ചു. അവൻ മരിച്ചു. ദൈവം അവനെ അടക്കി എന്നാ പറഞ്ഞ. പക്ഷെ സ്ഥലം ആർക്കും അറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നു അവനെ എവിടെ അടക്കി? അവനെ അടക്കിയത് ക്രിസ്തുവിലാണ്. അവൻ മരിച്ചത് ക്രിസ്തുവിലാണ്. അവൻ ക്രിസ്തുവിൽ അടക്കപ്പെട്ടു. സോ ഹി ഗോട്ട് ഹിസ് ബോഡി ഇൻ ഹെവൻ ട്രാൻസ്ഫിയർഡ്. അതുകൊണ്ടാണ് ഏലിയാവ് മോശ ഇങ്ങോട്ട് വന്നത്. അപ്പിയർ ആണ്. 1400 വർഷം കഴിഞ്ഞപ്പോൾ കാണാം മോസസ് ഏലിയാജയും കൂടെ അളിയന്മാരും കൂടെ മർറൂമ വല പ്രത്യക്ഷപ്പെട്ടു. അവർ വന്നെന്നല്ല, പ്രത്യക്ഷപ്പെട്ടെന്ന്. എങ്ങനെ പ്രത്യക്ഷപ്പെട്ടെന്ന് ചോദിച്ചാൽ, ദേ ഗോട്ട് ദ ബോഡി. അവർക്ക് അവരുടെ ശരീരം കിട്ടി. ഹാനോ ഹി കെപ്റ്റ് ഹിസ് ബോഡി. മോസസ് ഹി കെപ്റ്റ് ഹിസ് ബോഡി. എലൈജ ഹി കെപ്റ്റ് ഹിസ് ബോഡി. അവരുടെ ബോഡി അവർ സൂക്ഷിച്ചു. They were in the glory. മോസസ് അവന്റെ കണ്ണ് മങ്ങിയിരുന്നില്ല. വായിച്ചു നോക്ക്, അവൻ അനാരോഗ്യം ഉണ്ടായിരുന്നില്ല. If you are spending too much time, you are going to be healed. You are going to receive long life. I'm telling you, brothers, because of sin, glorification like പ്രവേശിക്കുന്നവർ expect a glorious life. I want to say one thing. ആദാമിന് ദൈവം കൊടുത്ത glorious life തിരിച്ചു വരണ്ടേ? മഹിമയിൽ അത് വരണ്ടേ? സകലതും ദൈവം വീണ്ടും പുനർസ്ഥാപിക്കുന്നു എങ്കിൽ ആദാമിന് വീഴ്ചയ്ക്ക് മുമ്പുള്ള അനുഭവത്തിലേക്ക് പോകണ്ടേ? ചർച്ച എന്താ അത് ചലഞ്ച് ചെയ്യാത്തത്? 7 ശതാബ്ദകാലം ജീവിച്ചിരുന്നു, 8 ശതാബ്ദകാലം ജീവിച്ചിരുന്നു, 9 ശതാബ്ദകാലം ജീവിച്ചിരുന്നു എന്നാണ് ഇന്നത്തെ കാലത്തിന്റെ കണക്കെങ്കിൽ 9 നൂറ്റാണ്ട് ജീവിച്ചിരുന്നു, 8 നൂറ്റാണ്ട് ജീവിച്ചിരുന്നു, 6 നൂറ്റാണ്ട് ജീവിച്ചിരുന്നു എന്നാണ് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിലെ കണക്ക്. ആലോചിച്ച് നോക്ക്. ആദാമിന്റെ ആയുസ് 930 വയസ്സ്. സിന്ന് വന്നതിനെ പെരുകിയതിനനുസരിച്ച് ദൈവം ഏജ് കുറച്ചെങ്കിൽ, ലിസൺ, സിന്ന് മാറുന്നതിനനുസരിച്ച് ഏജ് കൂടണ്ടേ? സിന്നും മാറി കംപ്ലീറ്റ് ഫോർഗീവ്നെസ് ആൻഡ് ഇന്നസെൻസ് വെളിപ്പെട്ടാൽ ഏതന്റെ പുനർസ്ഥാപനം നടക്കണ്ടേ?
നടക്കണ്ടേ? യെശയ്യാവ് പറഞ്ഞ ദൂതുകൾ 60 മുതലുള്ള അധ്യായങ്ങളിൽ വായിച്ച മനസ്സിലാവും. അന്ന് ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും എന്ന് പറഞ്ഞ ബാലൻ 100 വയസ്സുള്ളവനെ ബാലൻ എന്ന് വിളിക്കും, പയ്യെന്ന് വിളിക്കും. അന്ന് മനുഷ്യന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ ഇരിക്കും. Can you believe that word? ഒരു വൃക്ഷത്തിന്റെ ആയുസ് അറിയാവോ? നിങ്ങള് ഒരു മരം നട്, നിങ്ങളുടെ ജീവിതം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കളുടെ ജീവിതം കഴിഞ്ഞാലും അവരുടെ മക്കളുടെ ജീവിതം കഴിഞ്ഞാലും 4 5 തലമുറ കഴിഞ്ഞാലും മരം നിന്റെ വീട്ടുവളപ്പിൽ കാണും. മരത്തിന്റെ ആയുസ് തലമുറയാണ്. 2000 വർഷത്തെ പ്രായമുള്ള ഒലിവ് മരം ഗത്സമന തോട്ടത്തിൽ ഇന്നുകൊണ്ട് 10,000 വർഷത്തിന് മുമ്പുണ്ടായ മരം ഇന്ന് ഭൂമിയിലുണ്ട്. വൃക്ഷത്തിന്റെ ആയുസ് 10,000 ആണെങ്കിൽ അന്ന് മനുഷ്യനും അങ്ങനെ ഇരിക്കുമെന്ന് ബൈബിൾ പറയുക. ആ സ്റ്റെപ്പ് പറഞ്ഞു തരിക. എൻറ്ററിങ് ഇൻ ടു ദ ഗ്ലോറിയസ് പ്ലേസ്. Are you ready? Engage with eternity. Confess the word. Live in the most holy place. Living in the most holy place. Hallelujah. So ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യരാശിക്ക് ഇത് സംഭവിക്കാൻ പോവുക. People are going to receive the life long വരെ. ഇതാണ് ലോകത്ത് നടക്കാൻ പോകുന്നത്. ലിസൺ, ഇതാണ് ലോകത്ത്. എല്ലാം ദൈവം പുനർസ്ഥാപിക്കുന്നു എങ്കിൽ, സകലതും ദൈവം പുനർസ്ഥാപിക്കുന്നു എങ്കിൽ ഏതെന്റെ പുനർസ്ഥാപനം ഉണ്ടാകണ്ടേ? എല്ലാം പഴയതിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കിലാണ്. സകല പ്രവാചകന്മാരും മുൻകൂട്ടി പറഞ്ഞതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം തികയുവോളം ദൈവം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. Christ will never come until everything will be restored. Acts chapter 3 verse 21. എല്ലാം പുനഃസ്ഥാപിക്കപ്പെടും. Can you imagine that you are in the most holy place right now? There is no blood life there. There is life in the spirit. Life in the spirit. There is no sickness. Do you believe that? എത്ര പേർ രോഗത്തെ വെറുക്കുന്നുണ്ട്? എത്ര പേർ പ്രതിസന്ധികളെ വിലക്കുന്നുണ്ട്? എത്ര പേർ റിലേഷൻഷിപ്പ് തകർന്നതിനെ എതിർക്കുന്നുണ്ട്? എത്ര പേർ ക്യാൻസറിനെ എതിർക്കുന്നുണ്ട്? എത്ര പേർക്ക് വെറി വരുന്നുണ്ട്? എന്റെ ദേശത്ത് നിന്ന് ഇത് പോകണമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? No hospital, no sickness, no cancer, no broken relationship, nothing. Glorious heaven, oh my God, വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഹൃദയഭാരത്തോടെ പറയാം, please acknowledge this truth that you are in the most holy place. Please, whether you feel it or not, നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ഫീൽ ചെയ്യുന്നില്ലായിരിക്കും. Just believe that you are engaging with the most holy place. Please let your spirit know it. Let your imaginations know it. Let your thoughts know it. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ imaginations, നിങ്ങളുടെ ആത്മാവ് അത് മനസ്സിലാക്കട്ടെ. Stay there. Stay in the most holy place. Stay in the most holy place. Hallelujah. Stay there. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, if somebody is entering into the most holy place, he is beyond human being. Can you imagine you are beyond human being? You are not a human being. You are a son of God. Amen. You are a son of God because you are engaging in the most holy place. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ട്രൂത്ത്. സോ ഹോളി പ്ലേസിനകത്താണ് ഡീകേ അവസാനിക്കുകയാണ്, ദ്രവീകരണം അവസാനിക്കുന്നു.
ദ്രവത്വം അവസാനിക്കുന്നു. ഓ കമോൺ, നിങ്ങളുടെ ഏജിങ് പ്രോസസ് അവസാനിക്കുന്നു. ക്യാൻ യു ഇമാജിൻ? ഏജിങ് പ്രോസസ് അവസാനിക്കുന്നു. ഏൻഷ്യന്റ് പാത്തിൽ അബ്രഹാം അത് അനുഭവിച്ചെന്നേ. ഓ, അബ്രഹാം ഏജിങ് പ്രോസസ് സ്റ്റോപ്പ് ചെയ്തെന്നേ. ഞാനൊരു പ്രൊഫറ്റിക് വേർഡ് പറയാം. ഇഫ് യു ആർ റിയലി ബിലീവിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് റൈറ്റ് നൗ, ഓൾ നമ്മുടെ കൂടെയുള്ള മുഴുവൻ ആളുകളും ഓപ്പോസിറ്റ് പറയുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തത്തെ, അവകാശത്തെ ഞാൻ പ്രാപിച്ചിരിക്കും എന്ന ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടെങ്കിൽ, കാലേബിനും ജോഷുവായിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കും. അങ്ങനെ ഒരു ട്രൂത്ത് ഉണ്ട്, അറിയാമോ? കാലേബിന്റെ ട്രൂത്ത് എന്നറിയോ? കാലേബ് പറയുന്നൊരു ട്രൂത്ത് ഉണ്ട്. എനിക്ക് ആ മല ഇങ്ങ് തരണം. മോശ എന്നെ പാറാനിലേക്ക്, കനാൻ ദേശത്തിന് പാറാൻ മരുഭൂമിയിൽ നിന്ന് അയച്ചപ്പോൾ ഉള്ള ആ ബലം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഓ, അതായത് 40-ാമത്തെ വയസ്സിൽ കനാനിലേക്ക് അയക്കപ്പെട്ടവൻ 80 വയസ്സായപ്പോ പറയാ ആ ശക്തി ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം, വിശ്വസിച്ച നിമിഷം, ഇത് വേറെ കുറിച്ച് വെച്ചോ, വാഗ്ദത്തത്തെ വിശ്വസിച്ച നിമിഷം അവന്റെ ഏജിങ് പ്രോസസ് കർത്താവ് സ്റ്റോപ്പ് ചെയ്തു. കാലേബിന്റെ സ്വിച്ച് കർത്താവ് പോസ് ചെയ്തിട്ട് പറഞ്ഞു, ഇനി ഇത് റൺ ചെയ്യേണ്ട, ഇനി അടുത്ത 40 വർഷം ഈ അവിശ്വാസമുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോഴും നിനക്ക് നരയ്ക്കാൻ പാടില്ല, നിന്റെ തൊക്ക് ചുരുങ്ങാൻ പാടില്ല, നിന്റെ ബലം ക്ഷയിക്കാൻ പാടില്ല, നിന്റെ വളർച്ചയെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. 40 years കാലേബിന് ഏജിങ് ഉണ്ടായില്ല. ക്യാൻ യു ഇമാജിൻ? ആ കാലത്തുള്ള ബലം ഇപ്പോഴും ഉണ്ടാണെങ്കിൽ 80 വയസ്സായപ്പോ ദൈവം പറഞ്ഞു, then growth started, ഗ്രോത്ത് ഉണ്ടാകട്ടെ. ഞാൻ അത്ഭുതപ്പെടണം. അബ്രഹാം അത് പ്രാക്ടീസ് ചെയ്തെന്നേ. അബ്രഹാമിന് 90 വയസ്സ്, ശരീരം മൊത്തം തകർന്ന് എല്ലാം പോയി. പക്ഷേ he believed the immortal God. He entered into the glory. He was in the portal. The Bible says he's regenerated. He walking towards God. മഹാദൈവത്തിന്റെ അടുക്കലേക്ക് നടന്നു, ഫേസ് ടു ഫേസ്. തിരിച്ചു വന്ന ആരോഗ്യം. സാറായി 90 വയസ്സ്. 90 വയസ്സുള്ള അമ്മച്ചിയെ രാജാവ് മോഹിച്ചു. ദൈവമേ, അങ്ങർക്ക് എന്താ പൊട്ടക്കണ്ണ? കിളവി അമ്മച്ചിയെ, പല്ലില്ലാത്ത കിളവി 90 വയസ്സുള്ള അമ്മച്ചിയെ നോക്കിയിട്ട് സൈറ്റ് അടിക്കുകയാണ് അബീമേലെക്ക്. അതൊക്കെ എന്താ, കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, റൈച്ചസ്നെസ്. അതാ ട്രൂത്ത്. റൈച്ചസ്നെസ് വിൽ ട്രാൻസ്ഫോം യു. ലിസൺ. ആദം പാപം ചെയ്തപ്പോ പാപം, ശാപം ആത്മാവിൽ വന്നു. അത് മാത്രല്ല, ശരീരത്തിൽ മരണം, രോഗം, വീഴ്ച, താഴ്ച ഇതെല്ലാം വന്നെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള രക്ഷയിൽ പാപമോചനവും ശാപമോചനവും മാത്രം അല്ല, ശരീരത്തിന്റെ പുനർജീവനവും മരണത്തിൽ നിന്നുള്ള ജയവും ഒരു ദൈവവേദന അവകാശമാണ്. ഇത് ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാകണം ദൈവമക്കൾ. Declare it. Receive it in the name of Jesus. നഷ്ടപ്പെട്ട ഓജസ്, നഷ്ടപ്പെട്ട തേജസ്, നഷ്ടപ്പെട്ട ബലം, നഷ്ടപ്പെട്ട ആരോഗ്യം ദൈവം ഇന്ന് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോവുകയാണ്. ഈ തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും ആത്മാവിൽ ഞാൻ സംസാരിക്കുന്നു. God is going to restore so many things in your life. പരാജയപ്പെടാൻ നീ ദൈവം സമ്മതിക്കുന്നത്. ഞാൻ ഒരു കാര്യം, നീ പരാജയപ്പെട്ടു എന്ന് വെച്ച് നീ ഒരു പരാജയമല്ല. Can you say that? ഞാൻ തോറ്റു എന്ന് വെച്ച് ഞാൻ തോറ്റവനല്ല. You are a success. Who said you are a failure? You are not a failure. You failed, but you are not a failure. God is our hope. God is always with us. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. Life in the most holy place. Life in the most holy place is an angelic life. Angelic means eternal life. Life in the holy place is a life that we are partaking with the divine nature. ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളിത്തം.
ക്യാരക്ടർ ഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് ആ പ്രിയരെ, ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ സ്വഭാവത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് മാറാൻ പറ്റില്ല, വഴി ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായി മാറാം. Let us partaking the divine nature. Can you imagine the divine nature? ദൈവത്തിന്റെ സ്വഭാവം എന്താ? He cannot die, he cannot fail, he cannot sin, he cannot lie. If you are partaking with the divine nature, you are going to be like God. That's what I say. If you are entering into the most holy place, there shall not be a man. You are beyond a human being. Beyond a human being. Oh, I cannot. That's a really subject I cannot go there. Beyond human being. Holy God. Okay. ഞാൻ ആ ഭാഗത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുക. Jacob was there. Jacob was in the most holy place. The Bible says his life was transformed. His character was transformed. Character മാറാൻ തുടങ്ങി. അപ്പനെ കളിപ്പിച്ചു, അമ്മയെ കളിപ്പിച്ചു, നാട്ടുകാരെ കളിപ്പിച്ചു, വീട്ടുകാരെ കളിപ്പിച്ചു, സകലരെയും കളിപ്പിച്ചു. ഒടുവിൽ ആരായെന്നറിയോ? He became a mighty prophet. Abraham never prophesied. Isaac never prophesied. Prophecy ഇതാരെന്നറിയോ? ജേക്കബ്. ജേക്കബ് 12 മക്കളെ വിളിച്ചു, 12 എണ്ണത്തെയും പ്രവചിച്ചു. അവസാനം ഒരാളെ ഒരു ഗ്ലോറിയസ് കിങ്ഡത്തിലേക്ക് പ്രൊഫസി ചെയ്ത് അയച്ചു, ജോസഫ്. ആമേൻ. ജോസഫിനെ അനുഗ്രഹിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ജേക്കബ് വാസ് എ ഡിസീവർ, എ കണിംഗ് ഫെലോ. So many bad character he has, but God transformed him. തീർന്നില്ല, തീർന്നില്ല. ഫറവോനെ, അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഫറവോനെ പോയി അവന്റെ കൊട്ടാരത്തിൽ പോയി അവന് വേണ്ടി പ്രവചിച്ചു. ഫറവോനെ അനുഗ്രഹിച്ചു. പണ്ട് അമ്മായിയപ്പന്റെ ആട് മേയിച്ച് അങ്ങാരുടെ അടുത്ത് വഴക്കുണ്ടാക്കി, അങ്ങാരെ ശമ്പളം കൊടുക്കാതെ അങ്ങാര് കളിപ്പിച്ച് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരുന്ന ഒരുത്തൻ ഇന്ന് ഫറവോന്റെ നാട്ടിൽ ഫറവോനെ കൈ ഉയർത്തി അനുഗ്രഹിക്കുക. ഫറവോനെ അനുഗ്രഹിക്കുക. ഞാൻ പരിശുദ്ധമായ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇത് എൻട്രി ചെയ്തോ. നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറ സിംഹാസനങ്ങളെ പോകുന്ന നിങ്ങൾ കാണാൻ പോവുക. ഇന്ന് നീ മഹത്വത്തിൽ കടന്നാൽ നിന്റെ ജനറേഷൻ കിങ്ഡം കൈവശപ്പെടുത്തിയിരിക്കും. They are going to see the glory. ഞാൻ ലാസ്റ്റ് ഒരു വ്യൂ കൂടെ പറഞ്ഞു നിർത്താം. നിങ്ങൾക്കറിയാമോ, ഈ ഒരു യാത്രയാണ്, ഒരു ഹയർ ലൈഫിലേക്കുള്ള യാത്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രീഡെസ്റ്റൈൻഡ്, മുന്നറിഞ്ഞു, വിളിച്ചു. ഇത് ഓരോ പർവ്വതത്തിന്റെ ഓരോ സ്റ്റേജുകളാണ്. ഈ മുന്നറിവിൽ നിന്നാലും നിങ്ങൾക്കൊരു വ്യൂ കാണാൻ പറ്റും. ഈ ലെവലിൽ നിന്നാൽ നിങ്ങൾക്ക് ഒരു വ്യൂ കാണാൻ പറ്റും. കുറച്ചും കൂടെ മുകളിലോട്ട് കയറി അടുത്ത വ്യൂവിൽ, വിളിയിൽ, അവിടെ വന്നാൽ നമ്മുടെ ഒരു മലയുടെ മുകളിൽ കാണുമ്പോൾ നമുക്കൊരു വ്യൂ കാണാൻ പറ്റും. മൂന്നാമത്തെ കുറച്ചും കൂടെ മുകളിൽ വരുമ്പോൾ നീതീകരിച്ചു. എല്ലാ വിശ്വാസികളും എനിക്കൊന്ന് സഭ മുഴുവൻ നീതീകരണത്തിന്റെ ക്യാമ്പിലാണ്. ഇസ് ഇറ്റ് റൈറ്റ്? ഇസ് ഇറ്റ് റൈറ്റ്? സത്യമല്ലേ? എല്ലാ ചർച്ച, എസ്പെഷ്യലി പെന്റിക്കോസ്റ്റൽ ചർച്ച്, കരിസ്മാറ്റിക്, ഇവാഞ്ചലിക്കൽ, ലൂതർ മിഷൻ, എവറി ചർച്ച്, താങ്ക് ഗോഡ് ദേ ആർ ടോട്ടലി ഇൻ ദ ജസ്റ്റിഫിക്കേഷൻ ക്യാമ്പിലാണ്. ഐ എം ജസ്റ്റിഫൈഡ്, യു ആർ ജസ്റ്റിഫൈഡ്, യു ആർ നോട്ട്. ഇങ്ങനെ അവിടെ കിടക്കുക. ഈവൻ നമ്മൾ ഗ്രേസിൽ തുടങ്ങിയപ്പോഴും നമ്മൾ ഈ ക്യാമ്പിലായിരുന്നു അല്ലേ? നമ്മൾ ഈ ജസ്റ്റിഫിക്കേഷനിലാണ് കൂടുതൽ ടൈം നിന്ന്. ജസ്റ്റിഫിക്കേഷൻ ക്യാമ്പിൽ നിന്നാലും ഇത് പർവ്വതത്തിന്റെ ഒരു നടുക്ക് ഭാഗത്ത് എത്തിയിട്ടുള്ളൂ. ഇവിടെ നിന്നാലും ഒരു നല്ല വ്യൂ കാണാൻ പറ്റും, കൊള്ളാം. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഞാനൊരു പ്രോഫസി പറയാൻ പോവാ. ഈ പ്രോഫസി ട്രൂ ആണ്. ഈ ക്യാമ്പിൽ നിന്ന് കുറച്ച് ആളുകൾ പാക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് നടന്നു പോകുന്നുണ്ട്. മനസ്സിലായില്ല? ഈ ക്യാമ്പാണ് ഫൈനൽ ക്യാമ്പെന്നും ഇവിടെ താര മരിച്ചിട്ട് സ്വർഗത്തിൽ പോയി ഗ്ലോറിഫൈ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആ ക്യാമ്പിൽ നിരന്തരമായി കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് സഭ ഈ ക്യാമ്പിൽ കിടക്കുമ്പോൾ ഈ 2021 കുറച്ച് ആളുകൾ വലിയൊരു പാട്ടക്കെട്ടും തോളെ വെച്ചോണ്ട് അവരുടെ സാമഗ്രികൾ എടുത്തോണ്ട് ദാണ്ടെ ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അടുത്ത ലത്തിലേക്ക് കയറി പോകുന്നുണ്ട്. ഇന്ന് വിശ്വാസ കണ്ണിൽ അങ്ങനെ കയറി പോകുന്നവർ എത്ര പേര് കാണുന്നുണ്ട്? താഴെ നിൽക്കുന്നവർ പറഞ്ഞു മണ്ടന്മാർ, താഴെ നിൽക്കുന്നവർ പറഞ്ഞു ദുരുപദേശികൾ,
താഴെ നിൽക്കുന്നവർ പറഞ്ഞു അബദ്ധം, അവർ വചനത്തിൽ നിന്ന് പോകുന്നു, എത്ര ദുരാരോപണം ഇരുന്നോട്ടെ, പക്ഷെ ഇപ്പോ തന്നെ പാക്ക് എടുത്തോ, നീ കേറിപ്പോയി അടുത്ത വേറൊരു സ്റ്റേഷൻ സഭയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ഗ്ലോറിഫിക്കേഷൻ ആണ്. അവൻ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരിക്കുമെന്നല്ല, തേജസ്കരിച്ചിരിക്കുന്നു. ഗ്ലോറിഫിക്കേഷന്റെ ക്യാമ്പിലേക്ക് നമ്മൾ പോവാം. ഏൻഷ്യൻ മിസ്റ്റിക്കൽ സ്കൂളിൽ ഇരിക്കുന്ന എവറി സെയിൻസ്, we are going to pack up. ഞാൻ ഈ ക്യാമ്പിൽ ഒരു കൽപ്പന തരിക, pack up, let us go forth. നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ പിതാക്കന്മാർക്ക്, വിശുദ്ധന്മാർക്ക്, കഴിഞ്ഞ തലമുറയ്ക്ക് പ്രാപിക്കാൻ കഴിയാതിരുന്ന, പോകാൻ കഴിയാതിരുന്ന, എത്തിപ്പെടാൻ കഴിയാതിരുന്ന അതിപരിശുദ്ധമായ ഗ്ലോറിയസ് ക്യാമ്പിലേക്ക്, മഹത്വപൂർണമായ ക്യാമ്പിലേക്ക്, തേജസ്കരണത്തിലേക്ക് നാം നടന്നു നീങ്ങണം. I am not satisfied with justification. I am not satisfied with the forgiveness, Lord. I want to go to the most glorious place, Lord. I want to talk with you. I want to talk with your God. Transfigurations mountain like എനിക്ക് പോണം. എത്ര പേർക്ക് പിടിയിട്ട് ട്രാൻസ്ഫിഗറേഷൻസ് മൗണ്ടൻ? യേശു പോയി ആ മലയുടെ മുകളിലോട്ട് കയറി നിന്നിട്ട് പറഞ്ഞു തേജസ്കരണം. അതാണ് തേജസ്കരണം. അവന്റെ വസ്ത്രം തിളങ്ങാൻ തുടങ്ങി, അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങാൻ തുടങ്ങി. അവൻ ട്രാൻസ്ഫോം ആയപ്പോ ഹെവനും എർത്തും ഒന്നായി. ഇല്ലേ? ഹെവനും എർത്തും ഒന്നായില്ലേ? എങ്ങനെ ഒന്നായി? 1400 വർഷത്തിന് മുമ്പ് മരിച്ചു പോയി തീർന്നു ലോകം വിട്ടവർ ആ ക്യാമ്പിൽ ഇറങ്ങി വന്നോ? കാണാൻ പറ്റുന്ന പറഞ്ഞാൽ നീ ജസ്റ്റിഫിക്കേഷന്റെ ക്യാമ്പിൽ ഒരു ദൂതനെയും കാണത്തില്ല, ഒരു ദൈവദൂത. യു വിൽ നോട്ട് ഗോയിങ് ടു, യു ആർ ഗോയിങ് ടു, യു ഡു നോട്ട് ഗോയിങ് ടു, യു ആർ നോട്ട് ഗോയിങ് ടു സീ എനി സെയിൻസ്, എനി വിറ്റ്നസ് in this camp. But if you go up, glorious things are waiting there. ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം പറയാം. ഇവരങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട ഗ്ലോറിയസ് ക്യാമ്പിൽ എത്തുകയും പീറ്ററിന്റെ കണ്ണു തുറന്നു. പീറ്റർ പറയാ, നാം ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നന്ന്. അതാ ട്രൂത്ത്. നിനക്ക് സമ്മതമെങ്കിൽ ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിനും. അടുത്ത ചോദ്യം, ഈ നിൽക്കുന്നത് മോശയാണ്, ഈ നിൽക്കുന്ന ഏലിയാവാണെന്ന് പത്രോസിനോട് ആര് പറഞ്ഞു കൊടുത്തു? പത്രോസിന്റെ വീട്ടിൽ ഫോട്ടോയിലുണ്ടോ? ലോകത്തിൽ ആരെങ്കിലും ഏലിയാവിനെ മോശം കണ്ടിട്ടുണ്ടോ? ഈ നിൽക്കുന്നത് ഏലിയാവാണെന്നും ഈ നിൽക്കുന്നത് മോശയാണെന്നും ഗലീല തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഈ സഹോദരന്മാർക്ക് എങ്ങനെ മനസ്സിലായി? 1400 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരെ തിരിച്ചറിയാൻ ഇവരുടെ അകക്കണ്ണ് തുറന്നത് ഈ മഹിമയുടെ മണ്ഡലത്തിലാണ്. നിങ്ങൾ വിശ്വസിക്കോ? ഇതിന്റെ മോളിൽ കയറിയാൽ നിങ്ങൾക്ക് പലരെയും തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് പേര് പറയാൻ പറ്റും, നാള് പറയാൻ പറ്റും, ചരിത്രം പറയാൻ പറ്റും, സാഹചര്യം പറയാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ, ഇന്ന് പ്രൊഫറ്റിക് മേഖലയിൽ പേരും സാഹചര്യങ്ങളും പറഞ്ഞ് കളിപ്പിക്കുന്നവരുമുണ്ട്, സത്യം പറയുന്നവരുമുണ്ട്. എന്നാൽ സത്യസന്ധമായി മഹത്വത്തോടെ വരാനുള്ള കാര്യവും ഭൂമിയിലെ കാര്യവും നടക്കുന്ന കാര്യവും ഒരു ചിത്രത്തിൽ എന്ന വണ്ണം യാതൊരു കളങ്കവും കൂടാതെ കൃത്യമായിട്ട് വിളിച്ചു പറയാൻ ഈ ക്യാമ്പിലെത്തുന്ന മുഴുവൻ എണ്ണത്തിനും ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപാവരങ്ങൾ ഒരിക്കലും ആരുടെയും കുത്തകയായിട്ടല്ല, സകല ആളുകൾ അത് ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ മഹിമയ്ക്കകത്ത് ഇത് സർവ്വസാധാരണമായിട്ട് വെളിപ്പെടാൻ പോവുകയാണ്. ഒരു നല്ല ആമേൻ പറയുമോ? നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ആളിനെ നിങ്ങൾ കറക്റ്റ് സ്കാൻ ചെയ്യാൻ പോകും. കർത്താവിനോട് പറഞ്ഞാൽ സംഭവിക്കാൻ പോകും. ഈ സ്കൂളിൽ അത് നടക്കും. നിങ്ങൾ സ്കാൻ ചെയ്യാൻ പോവാ. നിങ്ങൾ ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം നിങ്ങളുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരും. നീ അന്ധനെ പോലെ ജീവിക്കത്തില്ല, നീ അജ്ഞനെ പോലെ ജീവിക്കത്തില്ല. You are going to walk in the light. You are going to walk in the knowledge of God. You are going to see the circumstances in godly eyes. ദൈവത്തിന്റെ കണ്ണിൽ കാര്യങ്ങളെ കണ്ടുകൊണ്ട് നീ ജീവിക്കാൻ പോവാ. Glorious camp. Are you ready? പക്ഷെ പുറകിൽ നിന്ന് നിന്നെ കൂകാൻ ആള് കാണും, പരിഹസിക്കാൻ ആള് കാണും, നിരുത്സാഹപ്പെടുത്താൻ ആള് കാണും, പോകുന്നത് അബദ്ധമാണെന്ന് പറയാൻ ആള് കാണും, നിരാശപ്പെടുത്താൻ ആള് കാണും. പക്ഷെ വിളിച്ച വിളിക്കൊത്തവണ്ണം ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുത്ത് വെക്കാമോ? The next glorious realm is waiting for the church. ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു പറയാം. ഒരു രാഷ്ട്രത്തിനോ ഒരു നേതാക്കന്മാർക്കോ ഒരു മതത്തിനോ ഒരു മതഭരണാധികാരികൾക്കോ സ്പർശിക്കാൻ കഴിയാത്ത ഉയരത്തിലേക്ക് സഭ സ്റ്റാർട്ട് ചെയ്തോ യാത്ര തുടർന്നോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം സഭയെ കൊണ്ടുപോകാൻ പോവുക.
അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനുള്ള ദൈവമക്കളോട് ഞാൻ പറയാം, അങ്ങനെ പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു വരം ലഭിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥന. Spend time with God. When you pray, ഞാൻ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, മറുരൂപമലയിൽ പ്രാർത്ഥിക്കുമ്പോൾ സാഹചര്യമല്ല ആദ്യം മാറിയത്, സാഹചര്യമല്ല ആദ്യം മാറിയത് പ്രാർത്ഥിച്ചവനാണ്. When you pray, you will change. You will be changed. When you changed, you can change everything. പ്രാർത്ഥിക്കുന്നവൻ സാഹചര്യം മാറ്റുകയല്ല, പ്രാർത്ഥിക്കുന്നവൻ മാറും. പ്രാർത്ഥിക്കുന്നവൻ മാറിയാൽ അവന്റെ സാഹചര്യം മാറും. ഓ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിലുള്ളവർക്ക് വെളിപ്പാടുണ്ടാവും, നിന്റെ കൂടെ വന്നവർക്ക് വെളിപ്പാടുണ്ടാവും. മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ടത് യേശുവാണ്, പക്ഷെ ട്രാൻസ്ഫോം ആയത് പത്രോസ് മാറി. പത്രോസ് മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു ചർച്ച് മൊത്തം ഒരുമിച്ച് ഫംഗ്ഷൻ ചെയ്യാൻ പോകും, സഭ മുഴുവൻ പ്രവർത്തിക്കാൻ പോകും. നിങ്ങൾ വിശ്വസിച്ചോ, ഇനി സഭ ഒരു തിയേറ്റർ അല്ല, ചർച്ച് ഒരു തിയേറ്റർ അല്ല. തിയേറ്റർ എന്ന് പറഞ്ഞാൽ വേദിയിൽ ജനമിരിക്കുന്നു, സ്ക്രീനിൽ പ്ലേ നടക്കുന്നു, സ്ക്രീനിൽ നടക്കുന്ന പ്ലേ ചെയറിലിരിക്കുന്നവർ വീക്ഷിക്കുന്നു. ഇതാണ് തിയേറ്റർ. ഇന്ന് സഭയെല്ലാം അങ്ങനെ, മധുബഹായ്ക്കകത്തും പുൾപിറ്റിനകത്തും അച്ഛനും പാസ്റ്ററും പാതിരിയും കൊച്ചച്ഛനും കപ്പിയാരും കാണിക്കുന്ന പണിക്ക് നമ്മൾ കാഴ്ചക്കാർ. പുൾപിറ്റ് എന്ന് പറയുന്ന വലിച്ചു കുഴിയിലിടുന്ന ഒരു സാധനം അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്, പുൾപിറ്റ്. അതിന്റെ അർത്ഥം എന്താ? പുള്ളി എന്ന് പറഞ്ഞാൽ വലിക്കുക, പിറ്റ് എന്ന് പറഞ്ഞാൽ കുഴി. വലിച്ചു കുഴിയിലിടുക എന്നാണ് പുൾപിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. സകല മനുഷ്യരെയും വലിച്ചു കുഴിയിലിടുന്ന ഒരു പുൾപിറ്റിനകത്തിരുന്നുകൊണ്ട് പാസ്റ്റർമാർ കാണിക്കുന്ന ഷോ തീർന്ന് സഭയിൽ വരുന്ന ചെറുതും വലുതും മുഴുവൻ ആളുകളും ഒരുമിച്ച് കൃപയിൽ മഹത്വത്തിൽ ചലിക്കുന്ന നാളുകൾ വരാൻ പോകുന്നു എന്ന് ഞാൻ പ്രവചനം സംസാരിക്കുകയാണ്. നീ പള്ളിയിൽ ആരാധനയ്ക്ക് പോകല്ല, നീ ശുശ്രൂഷയ്ക്ക് പോകാൻ പോവുക. ഓരോ വിശ്വാസിക്കും ചെയ്യാൻ ഒരു അത്ഭുതം ആ വഴിയിൽ ദൈവം അവൻ ഒരുക്കാൻ പോവുക. നിന്നെ ദൈവം നിന്റെ ചർച്ചിനെ മാറ്റാൻ പോകും. നീ വിശ്വസിക്കുന്ന നിങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യും. നീ എന്നൊരാള് മഹിമയിൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ കൂടെ വന്ന പത്രോസ്, കൂടെ വന്ന യാക്കോബ്, കൂടെ വന്ന യോഹന്നാൻ മാറിയിരിക്കും, ചേഞ്ച് ആയിരിക്കും, രൂപാന്തരപ്പെട്ടിരിക്കും. അവർ മഹത്വത്തെ ദർശിച്ചിരിക്കും. Mighty Holy Spirit, mighty Holy Spirit. Oh, hallelujah. God is calling a generations to come up. Pack up എന്ന് കേൾക്കുന്ന എത്ര പേരുണ്ട്? പുറപ്പെട്ടോളാൻ പറയുന്നവർ, റെഡി ആയിക്കോളാൻ പറയുക ചിലരോട്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമുണ്ട്, അടുത്ത വെളിപ്പാടിലേക്ക്, അടുത്ത റലത്തിലേക്ക്, ഗ്ലോറിയസ് റലത്തിലേക്ക് കർത്താവ് ചിലരെ വിളിക്കാൻ പോവാം. സൃഷ്ടികൾ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. The creations are waiting for the manifestations of the sons of God. Lord, I want to be a sons of God. I need to be manifested, Lord. Make me a son of God. Let us engage with the most holy place. Let's talk to the Daddy God. Let us talk to him. നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ കരുതുന്ന, നിന്നെ മാറോടണയ്ക്കുന്ന, നിന്റെ മേൽ മഹത്വത്തെ പകരുന്ന സ്നേഹനിധിയായ നിന്റെ അപ്പൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യുക. Come. The word come is not only for pastors. It's for all the people of God. Come to the most holy place. Church, let us call our people and church to go to the most holy place. That is the ultimate goal. ഇതിനപ്പുറത്തൊരു ഗോളേ ഇല്ല. Every person has to go to the most holy place. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവർ അകത്തു വരികയും
പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഓ, they can enter into heaven, they can come back to earth. പ്രാർത്ഥന, ഇത് എന്നോട് ദൈവം ഇന്ന് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു പ്രൊഫറ്റിക് വേർഡ് ഞാനിവിടെ പറയാനായി അങ്ങനെ സാക്ഷ്യം നമ്മുടെ ഇടയിൽ നിന്ന് വരും. പ്രാർത്ഥനയിൽ ദൈവം ചിലരെ ശരീരം ഇവിടെ ഇട്ടിട്ട് ആത്മാവിൽ സ്വർഗത്തിൽ കൊണ്ടുപോയി. ദൈവം പല വിശുദ്ധന്മാരുമായിട്ട് സംസാരിപ്പിച്ച് ഭയങ്കര രഹസ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് നൽകി. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ചില മണിക്കൂറുകൾ നിങ്ങളുടെ ശരീരത്തിൽ കാണത്തില്ല. നിങ്ങൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരാൻ പോവുകയാണ്. ഞാനിത് ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താൻ പോവാം. ഇതെൻ്റെ പേഴ്സണലാണ്. ഞാൻ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം പറഞ്ഞൊരു അനുഭവം. 1998 ഓഗസ്റ്റ് മെയ് മാസങ്ങളിൽ ഞാൻ ബറാക്ക പ്രൊഫറ്റിക് മിനിസ്ട്രിയിലായിരുന്നു. അവിടെ വെച്ച് എനിക്ക് മലേറിയ പിടിപെട്ടു. ഞാൻ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ ബൈബിൾ സെമിനാരി പഠിക്കാത്തൊരു മനുഷ്യനാണ്, എനിക്കറിയാം. എനിക്ക് ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് ലിമിറ്റേഷൻ ഉള്ള ഒരാളാണ് ഞാൻ. അവിടെ വെച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഞങ്ങളുടെ വചനം എന്നെ പഠിപ്പിക്കണം. അപ്പം മലേറിയ വന്നുകൊണ്ട് ആളുകൾ എനിക്ക് ഒരു കിടക്കാൻ ഒരു സ്ഥലം നൽകി. ഞാനൊരു മോസ്കിറ്റോ നെറ്റ് ഉള്ള ഒരു സ്ഥലത്താണ് കിടന്നുറങ്ങുന്നത്. ഒരു വീടിന്റെ മുകളിലത്തെ നിലയിൽ ഒരു ഷെഡ് ഇട്ടേക്കാം. ആ മുകളിലത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പായില് ഞാനിങ്ങനെ കിടക്കുക. ഞാനിങ്ങനെ കിടന്ന സമയത്ത് ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നതാണ് ഇത് പറയാനായിട്ട് ദൈവം നൽകുന്ന ഒരു ആലോചന. ഞാൻ വിശ്രമിക്കാനായിട്ട് കിടന്നു. ഞാൻ അവരോട് പറഞ്ഞു നേരത്തെ റെസ്റ്റ് എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. പോയി ഞാൻ റെസ്റ്റ് എടുത്ത് കണ്ണടച്ച് ജസ്റ്റ് ഇങ്ങനെ കണ്ണടക്കിയും പെട്ടെന്ന് ഞാൻ അങ്ങ് മയങ്ങിപ്പോയി. മയങ്ങിപ്പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ഞാൻ മോസ്കിറ്റോ നെറ്റിനകത്ത് കിടക്കുന്നതും എൻ്റെ ശരീരം അവിടെ കിടക്കുന്നതും ഞാൻ പുറത്തു നിന്ന് ഇങ്ങനെ കാണുകയാണ് സത്യമായിട്ട്. അതായത് ഞാൻ നിങ്ങളെ വീഡിയോയിൽ വീക്ഷിക്കുന്ന പോലെ ഞാൻ എൻ്റെ ശരീരം അവിടെ കിടക്കുന്നത് കാണുന്നു. ഞാൻ നെറ്റിന്റെ വെളിയിൽ നിൽക്കുകയാണ്. എനിക്ക് തോന്നി ഞാൻ മരിച്ചു. സഡൻലി ഒരു ദൈവത്തിന്റെ ദൂതൻ, വലിയ തേജസ്സുള്ള ഒരു രൂപം, ദൈവദൂതൻ എൻ്റെ അടുക്കൽ വന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും പിടിച്ചെനിക്കൊണ്ട് ആ സ്പിരിറ്റ് ബീങ് എൻ്റെ കയ്യിലോട്ട് പിടിച്ചിട്ട് കം അപ്പ് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞു. ഈ കം അപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എപ്പോഴും ഓർത്തോണം. നമുക്ക് വെളിപ്പാട് ദിവസത്തിൽ കാണാം, ഇവിടെ കയറി വരിക, കം അപ്പ് ഹിയർ. അത് മോസ്റ്റ് ഹോളി പ്ലേസിലേക്കുള്ള ക്ഷണമാണ്. സന്തോഷത്തോടെ കേൾക്കാൻ. വെളിപ്പാട് 1-ാം അധ്യായത്തിൽ മാറത്ത് പൊൻകച്ച കെട്ടി നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന യേശുവിനെ കണ്ടായിരുന്നോ? നിലവിളക്ക് വിശുദ്ധ സ്ഥലത്തെ ഉപകരണമാണ്. ഇപ്പൊ യോഹന്നാൻ ഇപ്പോൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുക. യോഹന്നാനോട് പറഞ്ഞു, ഫ്യൂച്ചർ, വരാനുള്ളത്, സംഭവിക്കാനുള്ളത്, നിത്യതയുടെ ചിത്രം കാണിക്കാൻ കം അപ്പ് ഹിയർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹോളി പ്ലേസിലേക്കുള്ള ക്ഷണമാണ്. ഇതൊക്കെ നിങ്ങൾ ആത്മാവിൽ ധ്യാനിച്ച് മനസ്സിലാക്കിയെടുക്കുക. കം അപ്പ് ഹിയർ എന്ന് എന്നോട് പറഞ്ഞു. ദൈവദൂതന്മാർ ഒരു ദൈവദൂതന്റെ കൈപിടിച്ച് ഞാൻ ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. സത്യം, കുറേ ദൂരം സഞ്ചരിച്ചു. ഞാൻ ഇവിടുന്ന് പോകുന്നു എന്നൊരു തോന്നൽ ഉളവാക്കുക. സത്യത്തിൽ നക്ഷത്രങ്ങൾ, സൂര്യൻ, ഗ്രഹങ്ങളെ ഞാൻ താഴെ കണ്ടു. എൻ്റെ കണ്ണിന്, അതായത് നമ്മൾ ദൂരെ കാണുന്നതിനെ ഞാൻ എൻ്റെ താഴെ കണ്ടു. നക്ഷത്രങ്ങൾ താഴെ പ്രകാശിക്കുന്നത് കൊണ്ട്. അതായത് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇൻവിസിബിൾ വേൾഡിലേക്ക് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഐ വാസ് ട്രാൻസ്ഫേർഡ്. ഞാനും ദൂതനും കൂടെ വലിയ ഒരു തേജസ്സുള്ള ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അവിടുത്തെ കാഴ്ചകൾ എനിക്ക് വർണ്ണിക്കാൻ അറിയത്തില്ല. ഒന്നറിയാം, ഫുൾ ഓഫ് ലൈറ്റ് ആയിരുന്നു. ഫുൾ ഓഫ് ലൈറ്റ്, പ്രകാശം മാത്രം. ഞാൻ ഈ ദൂതന്റെ കൂടെ പോയി. ഞാൻ അന്നേരം മനസ്സിലായി ഞാൻ മരിച്ചു, ഞാൻ വരികയാണ്. അപ്പൊ എൻ്റെ ഉള്ളിൽ ചിന്ത, ദൈവമേ, എൻ്റെ ശരീരം എടുത്തുകൊണ്ട് ആര് ഇനി ട്രിവാൻഡ്രത്ത് പുല്ലൂർ പോകും? എൻ്റെ അപ്പനും അമ്മയും കരയുമല്ലോ,
ഇങ്ങനെ 1000 ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ വരിക, സ്വർഗത്തിൽ പോവാ. 1000 ദൂതന്മാര്. I do not know how to explain all these things. സഡൻലി ദൈവദൂതൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നെ വിളിച്ചുകൊണ്ട് വളരെ സ്പീഡിൽ കം അപ്പ്, ഐ വിൽ ടീച്ച് യു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടിരുത്തി. കാരണം ഞാനിത് പറഞ്ഞതിന്റെ കാരണം, ഈ ഒരു അനുഭവം ഇവിടെ ചിലർക്ക്, ഈ സ്കൂളിൽ വന്ന ചിലർക്ക് സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ കണ്ടത് സംസാരിക്കുന്നു, പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറായി. ഒരു വലിയ ഹാളിൽ എന്നെ കൊണ്ടിരുത്തി ഒരു കസേര തണ്ട് ഞാൻ ഇതുപോലെ ഇരുന്നു. ഒരു ടീച്ചർ എങ്ങനെയാണോ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതുപോലെ തിരുവെഴുത്തുകളെ തുറന്നു, വചനം, ദൈവവചനം ഇങ്ങനെ നിന്ന് ഇദ്ദേഹം ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുക. ഓരോ സ്ക്രോള്, പുസ്തകം നമ്മൾ കാണുന്ന ഒരു ബൈബിൾ അല്ല, ഒരു വലിയ സ്ക്രോള് തുറന്നു, ഒരു വലിയ പുസ്തകം തുറന്നു. ആ പുസ്തകത്തിന്റെ താളുകൾ ഇങ്ങനെ വേഗത്തിൽ മറിക്കുന്നു. മറിച്ച് 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 എന്തൊക്കെയോ താൻ പറയുന്നു. പല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ ശേഷം ചില നിമിഷങ്ങൾ കൊണ്ട് ഈ പുസ്തകത്തിന്റെ താളുകൾ തീർന്നു. ഈ പുസ്തകം ക്ലോസ് ചെയ്തു. എന്റെ കണ്ണുകൊണ്ട് കാണും. എന്നിട്ട് താൻ പറഞ്ഞൊരു കാര്യം, എവ്രി മിറാക്കിൾസ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എവ്രി മിറാക്കിൾസ് ഇൻ ദ ബൈബിൾ is going to repeat again. ദൈവ തിരുവെഴുത്തിൽ നീ വായിക്കുന്ന സകല അത്ഭുതങ്ങളും ആവർത്തിക്കപ്പെടും. എന്നിട്ട് പറഞ്ഞു, ഈ ഫ്ലിപ്പ് ചെയ്തിരിക്കുന്ന ഓരോ തിരുവെഴുത്തിന്റെ പേജുകളിലെ സത്യങ്ങൾ നിന്റെ അകത്തേക്ക് ഞാൻ സ്റ്റോർ ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലാക്കണ്ട. എവറിത്തിങ് ഈസ് റെക്കോർഡഡ് ഇൻ യുവർ സ്പിരിറ്റ്. When you read, when you meditate God's word, these all things will reveal to you time by time. സമയത്തിൽ ഇത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ഉറക്കെ പറയാം, എൻ്റെ കഴിവ്, മിടുക്ക്, വിദ്യാഭ്യാസം ഒന്നുമല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം നിങ്ങളോട് പറഞ്ഞെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൽ തന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വെറുതെയല്ല. അതിനുശേഷം ദൈവദൂതൻ എന്നോട് പറഞ്ഞു, ലെറ്റ്സ് ഗോ ബാക്ക് എന്ന് പറഞ്ഞു. ഗോ ബാക്ക് എന്ന ആ വേർഡ് അല്പം ഖനമുള്ളതായിരുന്നു. ആ ഖനമുള്ള വേർഡ് പറയുമ്പോൾ ഞാൻ എൻ്റെ ബെഡിൽ ഞെട്ടി ഉണർന്നു. ഞാൻ ഞെട്ടി ഉണർന്നു. എൻ്റെ ശരീരം മൊത്തം വിയർത്ത് കിടക്കുന്നു. ഞാൻ ചൂടത്ത് കിടന്നതുപോലെ നനവിലാണ് കിടക്കുന്നത്. ഞാൻ വിയർത്തു. എൻ്റെ ശരീരത്തിൽ നിന്ന് മലേറിയ രോഗം വിട്ടുപോയി. വാച്ചിലേക്ക് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 5:30 മണിയായി. 7:30 മണിക്ക് കണ്ണടച്ചതാണ്. 5:30 മണിയായപ്പോഴാണ് തിരിച്ചു വന്നത്. സ്തോത്രം. ഇത്രയും സമയം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതൊരു ഹെവൻലി വിസിറ്റേഷനാണ്. ഇത് നിരന്തരമായി നമ്മൾ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിൽ സംഭവിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എക്സ്പെക്ട് ദിസ് വൺ. ദൈവം നിന്നോട് സംസാരിക്കും. ദൂതന്മാർ നിന്നോട് സംസാരിക്കാൻ പോകും. ഹെവൻ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുക. If you are engaging with eternity, you are going to see the glorious encounter of God and visitation of angels, regular visitation. You can talk to God boldly. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. I have gone through a lot of problems. Still today, I am facing severe problems in my lifetime. But I don't want to be a failure. I have a call. Call will never change. You are called by God for a great ministry. God is going to use you mightily. Amen. Amen. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അത് സാധ്യമാവും? കർത്താവിനോട് സംസാരിക്കാൻ പോകും. കഴിഞ്ഞ ദിവസം കർത്താവിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്, യു ആർ ഗോയിങ് ടു ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ് വിത്ത് എനോക്ക്. സത്യം. എന്നോട് പ്രാർത്ഥിച്ച് പറഞ്ഞു, നിനക്ക് ഹാനോക്കുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ദൈവം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. One day I'm going to see him. I'm going to talk to him. That's going to happen. അത് 4 ദിവസത്തിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എൻ്റെ അകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചു. ഗെറ്റ് റെഡി ഫോർ ആൻ എൻഗേജ്മെന്റ് വിത്ത് ഹാനോക്ക്. ഹാനോക്കുമായി ഒരു എൻഗേജ്മെന്റ് തയ്യാറായിക്കൂ, ഒരു അപ്പോയിന്റ്മെന്റിന് തയ്യാറായിക്കൂ. ഞാൻ അങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കാര്യം എനിക്ക് പോകണം. കാരണം ഐ വാണ്ട് ടു ആസ്ക് ഹിം ഹൗ ഹി വാക്ക് വിത്ത് ഗോഡ് 300 years. 300 വർഷം എങ്ങനെയാടപ്പാ നീ നടന്നതെന്ന് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം അതാണ്. കാരണം ഈ ദിവസങ്ങളെല്ലാം ഐ എം റിയലി എൻഗേജിങ് വിത്ത് ദാറ്റ് മാൻ. കർത്താവിനോട് പറഞ്ഞു, ഇഫ് യു ആർ എൻഗേജിങ് വിത്ത് ദ സെയിൻസ്,
ഞാൻ വേറൊരു ട്രൂത്ത് കൂടെ പറയാം. ക്ലൗഡ് ഓഫ് വിറ്റ്നസ്, ഇതൊരു ട്രൂത്താണ്. ഈ ക്ലൗഡ് ഓഫ് വിറ്റ്നസുമുള്ള എൻഗേജ്മെന്റ് ഇൻഹെറിറ്റൻസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. മനസ്സിലായില്ലേ? സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്ന നല്ല വാക്യം. എന്തിനാ അവരെ നമ്മുടെ ചുറ്റും നിർത്തിയിരിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന കൈയടിക്കാൻ വേണ്ടിയാണ്. അല്ല, ഇവരെല്ലാവരും എറ്റേണൽ ഇൻഹെറിറ്റൻസ് ഹോൾഡ് ചെയ്യുന്നവരാണ്. കാതറിൻ കുൾമാൻ ഇട്ടിട്ട് പോയ ആ സ്വർഗീയ നിക്ഷേപം തൊടാൻ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ ഇതുവരെ വന്നിട്ടുണ്ടോ? മരിച്ച ശവത്തെ പെട്ടിന്ന് വലിച്ചെടുത്ത് ഭിത്തിയിലോട്ട് കൊണ്ട് ചാരി നിർത്തി യേശുവിന്റെ നാമത്തിൽ വാടാന്ന് പറയുന്ന ധീരനായ വിഗിൾസ്വർത്തിന്റെ ഇൻഹെറിറ്റൻസ് ഈ തലമുറയിൽ ആരാ തൊട്ടിട്ടുള്ളേ? ആ അവകാശം ഒരൊറ്റയാൾ പോലും തൊട്ടിട്ടില്ല. ഞാൻ തുറന്നു പറയാം, ഇൻ ദ ഗ്ലോറി റെലം വി ക്യാൻ എൻഗേജ് വിത്ത് എ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. ഇതൊക്കെ വലിയ മർമ്മങ്ങളാണ്. ഈ വിശുദ്ധന്മാരുടെ വലിയ കൂട്ടത്തെ നമ്മുടെ ചുറ്റും നിർത്തിയിരിക്കുന്നത് കാഴ്ചക്കാരായിട്ടല്ല. വി ക്യാൻ എൻഗേജ് വിത്ത് ദം. ആമേൻ. Christianity is not a false religion. It is a living, ever growing, organic system. Amen. May the Lord richly bless you all. So practice a life in the most holy place. Engage with eternity. Face to face with God. Live a glorious life. Ask the Lord to change your life. If you are seeing God's face, your images is transforming. You are becoming a new creation, a new human being, beyond human being in the Lord Jesus Christ. I will richly bless you, brothers and sisters. ഞാൻ ഒരു 15 മിനിറ്റ്സും കൂടെ നമ്മൾ അധികം എടുത്തു. സോറി. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ